കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. ഒന്ന് ചോദിച്ചേ കർത്താവിനോട്. ഓ രസൽവാനശേ, ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലാ. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലാ. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ, ആത്മ കണ്ണുകളാലേ. ഓ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, ചേർന്ന് കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണം, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. പാടിയേ കൃപ വേണമപ്പ, കൃപ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം നിൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരുസാന്നിധ്യം മനോഹരം, മനോഹരം തന്നെ. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം തൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരുസാന്നിധ്യം മനോഹരം, മനോഹരം. ചേർന്ന് കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. ഓ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണം, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണം, കൃപ വേണമപ്പ നിൻ മക്കൾ. വിശ്വാസത്തോടെ ഒന്ന് പാടിയേ. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു. ദുഷ്ടമുഖം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ കൃപ കൃപയെ എന്നാർത്തു ചൊല്ലവേ. പർവ്വതങ്ങൾ കാൽ കീഴെ സമഭൂമിയാകും. പാടിയേ. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു. ദുഷ്ടമുഖം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ കൃപ കൃപയെ എന്നാർത്തു ചൊല്ല. ഓ പർവ്വതങ്ങൾ കാൽ കീഴെ സമഭൂമിയാകും. പാടിയേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണം, കൃപ വേണമപ്പ, കൃപ. ശകലരമനേ. ഓ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു. ദുഷ്ടമുഖം പുഷ്ടിയാൽ. ആത്മാവിലൊന്ന് പാടി. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു. ദുഷ്ടമുഖം പുഷ്ടിയാൽ തകർന്നു. കൃപ 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 കൃപയെ ആർത്തു ചൊല്ലവേ. പർവ്വതങ്ങൾ കാൽ കീഴെ സമഭൂമി. കൃപ കൃപ കൃപയെ എന്നാർത്തു ചൊല്ലവേ. പർവ്വതങ്ങൾ കാൽ കീഴെ സമഭൂമി. കൃപയുടെ ഉറവിടം, കൃപയുടെ ഉറവിടം. ആമേൻ. കൃപയുടെ ഉടയവനേ. പാടിയേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ,
കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ പാടിയേ ഇന്ന് രാത്രി ആ കർത്താവിനോടൊന്ന് ചോദിച്ചേ ഏതു സാഹചര്യത്തിലും എല്ലാ പ്രതികൂലങ്ങളിലും അങ്ങയുടെ ശബ്ദത്തിനനുസരിച്ച് ദൈവ ശബ്ദം കേൾക്കുന്നതിനനുസരിച്ച് ചുവടുകൾ വെക്കുവാനുള്ള ആ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി എന്റെ മേൽ പകരണമേ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ ഓ അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഭീകരമാം ചെങ്കടലും മിസ്രൈം സൈന്യനിരയും ഭീഷണിയാം മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ. ഭീകരമാം ചെങ്കടലും മിസ്രൈം സൈന്യനിരയും ഭീഷണിയാം മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ. ചേർന്നൊന്ന് പാടിയേ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നു. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. വിശ്വാസത്തോടെ പാടിയേ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നിയതിൽ നാലാമൻ ആഴിമേൽ നടകൊണ്ടോൻ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നിയതിൽ നാലാമൻ ആഴിമേൽ നടകൊണ്ടോൻ. ചേർന്ന് ഒരുമിച്ച് ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. അതുകൊണ്ട് വിശ്വാസത്തോടെ പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു. ഓഹോ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ അഭയം താൻ അവർക്കെന്നുമേ. ഓ മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നും. ശക്തിയോടെ കരം തൊട്ടി. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ. സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നും. ഓ മഹത്വരാജനായി സേനയിൽ ഓ രാമന
ശബ്ദരാജ വൈഡാമാന ശബ്ദേരന്തര ഉടവൽക്കമനന്തര വൈഡാമാന ശബ്ദേ ഭൂഡാമാന ശബ്ദരാജ. പ്രശ്നങ്ങളുടെ നടുവിൽ കൂടിയും പ്രതിസന്ധിയുടെ നടുവിൽ കൂടി നടന്നാലും ഒരഗ്നി നിന്നെ ദഹിപ്പിക്കത്തില്ല, ഒരു നദിയും നിന്റെ മേൽ കവിയത്തില്ല. കാരണം ആ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഇന്ന് ഉറപ്പുള്ളവരെല്ലാം കരങ്ങളെ തട്ടി വായികളെ തുറന്നന്യ ഭാഷകളിൽ ഒരുമിച്ച് ഏത് സാഹചര്യത്തിലും നിന്നെ കൈവിടാത്ത ഒരുവൻ. പ്രതികൂലങ്ങൾ കൈവിട്ടു പോകുന്ന ഒത്തിരി പേരുണ്ട്, പ്രതിസന്ധികൾ കൈവിട്ടു പോകുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ നിന്നെ ഒരു നാളും കൈവിടാത്ത, നിന്റെ പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും നിന്നെ വിജയകരമായി വഴി നടത്തുന്ന ആ യേശുവിന്റെ മുമ്പിലായി ഇന്ന് രാത്രി നീ ഇരിക്കുന്നത്. നിന്റെ പ്രശ്നതയല്ല പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിവുള്ള യേശുവിനെ. കൂടാമാന ശബ്ദരാജ വൈഡാമാന ഉടവൽക്കമനന്തര വൈഡാമാന ശബ്ദേ. എല്ലാ കരങ്ങളും തട്ടി അന്യ ഭാഷകളിൽ ഒരുമിച്ച് ശബാന വൈഡാമാന ശബ്ദേ ഉടല ശബ്ദന വൈഡാമാന ശബ്ദേ ഉടവൽക്കമനന്തര വൈഡാമാന ശബ്ദേ വിമാന ശരധര വൈഡാമാന അത്തേരഗണം വൈഡമനന്തര ചൂടാമാന ശബ്ദ. Oh, thank you, Jesus. Oh, ശതലരമനെ. ഇന്ന് രാത്രി ആ കർത്താവിനോട് ചോദിച്ച് ആ കൃപ ഞങ്ങൾക്ക് വേണം. ആ കൃപ ഇന്ന് രാത്രി എന്റെ മേൽ പകരണം. പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ അങ്ങയുടെ ശബ്ദത്തിനനുസരിച്ച്, ദൈവ ശബ്ദം കേൾക്കുന്നതിനനുസരിച്ച് യാത്ര ചെയ്യുവാനുള്ള ദൈവത്തിന്റെ കൃപ. ഓ ചിലരുടെ മേൽ come on. വായികളെ തുറന്ന അന്യ ഭാഷകളിൽ ഇന്ന് രാത്രി നിന്റെ മേലത് പകരുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ മഹത്വരാജനാ സേനയിൻ വീരനാ അഭയം ആർക്കുന്നുമേ. മഹത്വരാജനാ സേനയിൻ വീരനാ അഭയം. എല്ലാ കണ്ണുകളും എൻ്റെ ചതരങ്ങളെ തുറന്ന് അല്പസമയം എല്ലാവരും പ്രാർത്ഥിച്ചാണ്. രാംധൽ കമനഘടക. ഇന്ന് രാത്രിയും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ, ഇന്ന് രാത്രിയും പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന, ഇന്ന് രാത്രിയും അസാധാരണമായ ദൈവമഹത്വം നമ്മുടെ മധ്യേ ചരിക്കുവാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ അധരങ്ങളെ തുറന്ന് ആത്മാവിൽ പ്രാപ്തിച്ചാണ്. ശാബ്രഥേൽ കമനഘടക വൈഡമനഘടക അന്ധൽ ജനാന്ധകൾ കമനഘടക വൈശംധനാജകൽ കമനഘടക അസ്തവൈഡം ജുഡമനഘടക വൈശംധനാജകൽ കമനഘടക വൈഡമനഘടക. നല്ല ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു പിതാവേ. ഈ രാത്രിയോ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അങ്ങ് തന്ന നല്ല ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു പിതാവേ. ഇന്ന് രാത്രിയും തൻ്റെ ദാസനെ ഞങ്ങളുടെ നടുവിൽ അയച്ചല്ലോ. ഞങ്ങളിന്ന് വിശ്വസിക്കുന്നു ഞങ്ങളോട് ദൈവത്തിന് സംസാരിക്കുവാനുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന് ഞങ്ങളോട് സംസാരിക്കുവാനുണ്ട്. അത് കേൾക്കുവാനുള്ള ആഗ്രഹത്തോടെ, വാഞ്ചയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നപ്പ ഞങ്ങളോട് സംസാരിക്കണമേ പിതാവേ. ദൈവാത്മാവ് ഇടപെടണമേ, സംസാരിക്കണമേ, അവരുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഇടപെടുന്ന രാത്രിയാകട്ടെ. പ്രാർത്ഥന കേട്ടതിനാ സ്തുതിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ അവനെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ശക്തമേറിയ ദൈവിക ശബ്ദങ്ങളെ കേൾക്കുവാൻ, ആലോചനകളെ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് രാത്രിയും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടും? ഹല്ലേലൂയ, ആമേൻ. എവിടെയൊക്കെ ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം സംസാരിച്ചിട്ടുണ്ട്. ആമേൻ.
ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ 2 മേഖലകളിലാണ് ദൈവാത്മാവ് ഇടപെടുന്നത്. ഒന്ന്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ദൈവം സംസാരിച്ചിട്ടുണ്ട്. ആമേൻ. പ്രതീക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിൽ ചിലയിടത്ത് അവർക്കറിയാമായിരുന്നു ദൈവം എന്ത് ചെയ്യും, ദൈവം അവരോട് സംസാരിക്കും, നല്ല ഉറപ്പുണ്ടായിരുന്നു. ആമേൻ, ആമേൻ. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലയിടത്ത് ദൈവം സംസാരിച്ചിട്ടുണ്ട്, ഒരു പ്രതീക്ഷയും ഇല്ലാത്തടത്ത്. ആമേൻ. ഇന്ന് നമുക്ക് വേണ്ടത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ദൂത് കേൾക്കാൻ ആരും ഇതിനകത്തിരിക്കരുത്. ആമേൻ. ആരും പിണങ്ങും. നമ്മുടെ എല്ലാവരുടെ ഒരു വിചാരമുണ്ട്, എനിക്ക് ഇന്ന ദൂത് കേൾക്കണം. അങ്ങനെ നമ്മൾ വല്ലവരും ഇരിക്കുന്നേ, അതിന്ന് പുറത്ത് കളയണം. എനിക്ക് ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേട്ടാൽ മതി. അല്ലാതെ നമ്മൾ തന്നെ അല്ലേ പ്രാർത്ഥിച്ചു വന്നവരൊക്കെ ഉണ്ട്, ദൈവം എന്നോട് ഇത് ഇങ്ങനത്തെ ഒരു ദൂത് പറയണം, അങ്ങനെ ഒരു ദൂത് പറയണം, അങ്ങനെയൊക്കെ ചില പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നേ. ആമേൻ. അങ്ങനെ ദൂത് കേൾക്കാൻ ആരും ഇരിക്കരുത്. ഹല്ലേലൂയ. ഒരു ദിവസം ആമൻ ഹല്ലേലൂയ, ഇവനൊരു ബാലൻ ആലയത്തിലെ ജോലിയെല്ലാം ചെയ്ത്, ആലയത്തിലെ വിളക്കെല്ലാം വൃത്തിയാക്കി, വിളക്കെല്ലാം കത്തിച്ച് എല്ലാ ജോലിയും ചെയ്ത്, ആമേൻ, അവിടെയുള്ള ശുശ്രൂഷകർക്ക് ആഹാരമൊക്കെ കൊടുത്ത് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു ബാലൻ ആലയത്തിനകത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവൻ്റെ പേര് ശമൂവേൽ എന്നാണ്. ആമേൻ. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല, ദൈവം സംസാരിക്കണമെന്ന് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല, ഒരു ചിന്തയും ഇല്ലാതെ കിടക്കുന്ന സമയത്താണ് ശമൂവേലേ ശമൂവേലേ എന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ടാവും. ആമേൻ. അതാണ് ഇന്ന് രാത്രി നമുക്ക് കേൾക്കേണ്ടത്. ഹല്ലേലൂയ. ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവന് ദൈവം ആ ദൈവശബ്ദം കേൾക്കാൻ കഴിയും. ആമേൻ. അന്ന് ഈ ഏലി പുരോഹിതൻ ശമൂവേലിന് പറഞ്ഞു കൊടുക്കുന്നൊരു വാക്കുണ്ട്, ശമൂവേലേ, ഇനി നീ അങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ നീ എന്തു പറയണമെന്നറിയാമോ? അടിയനിതാ അരുളി ചെയ്യണമേ. ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇങ്ങനെ ഒരു ദൂത് കേൾക്കണം, അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം എന്നല്ല, ഒറ്റ വാക്ക് പറയണം, അടിയനിതാ അരുളി ചെയ്യണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ ദൈവശബ്ദം വെളിപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഏത് ദൈവമക്കളാണോ പ്രാർത്ഥിച്ചിട്ടുള്ളത് അവരോട് ദൈവാത്മാവ് ഇടപെട്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ഒറ്റ ചിന്തയോടെ ഇരിക്കാം. ആമേൻ. അടിയനിതാ അരുളി ചെയ്യണമേ, അടിയനിതാ അരുളി ചെയ്യണമേ, അടിയനിതാ അരുളി ചെയ്യണമേ. ഒരൊറ്റ മനോഭാവത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ശക്തമേറിയ ദൈവികാലോചനകളെ കേൾക്കുവാൻ ആമേ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ക്ഷണം സ്വീകരിച്ച് അവൻ കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുനിൽ കോട്ടൂരിനോടുള്ള സഭയുടെ നന്ദിയും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. തന്നെയും തൻ്റെ കുടുംബത്തെയും സഭയെയും ദൈവം ഇനിയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസൻ നമ്മൾ ശുശ്രൂഷിക്കും. എല്ലാ കരങ്ങളും തട്ടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നല്ല മഹത്വമുള്ള നാമത്തിന് ഒരിക്കൽ കൂടെ സ്നേഹാധരങ്ങൾ അറിയിക്കുകയാണ്. മനോഹരമായ ഈ ആലയത്തിൽ വളരെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ നല്ല ഒരു അന്തരീക്ഷം കർത്താവ് നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ബഹുമാന്യ കർത്താദാസനെ ഓർത്ത്, വിപിൻ ബാബു പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്ത് കർത്താവ് തന്നെ വിശ്വസ്തയോടെ ആക്കി വെച്ചിരിക്കാൻ ഞാൻ നന്ദി പറയുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവദാസനെയും ഫാമിലിയും കർത്താവ് ദേശത്തിൽ ഉപയോഗിക്കട്ടെ. ശക്തമായ നിലയിൽ വൻകാലങ്ങളിൽ ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുന്ന ആമേൻ ഒരു ദൈവദാസനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശ്വസ്തയോടെ ദൈവം ഇവിടെ നിർത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തത അവരെ കാണിച്ചിട്ടുണ്ട്. കർത്താവ് വലിയ കാര്യങ്ങളെ തൻ്റെ ദാസൻ്റെ മേൽ ചെയ്യട്ടെ. ഇത്രയും വളരെ മനോഹരമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ദൈവം കൊടുത്തിരിക്കുന്ന വലിയ കഴിവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ദൈവദാസന് പരിചയപ്പെടുത്തി കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഗായകനായിരിക്കുന്ന ആമേൻ ദൈവദാസൻ, എൻ്റെ കൂട്ടുസ്നേഹിതൻ, എൻ്റെ പ്രിയ ജോബിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആൻഡ് ഫാമിലി കർത്താവ് അനുഗ്രഹിക്കട്ടെ. വാത്സല്യ അങ്കിളും ആൻറ്റിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റ വാക്കിൽ വന്ദനം ചെയ്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ കടക്കുകയാണ്. മനോഹരമായി പാടിയ ജോബിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം ഇത്ര മനോഹരമായി തന്നെ ഉപയോഗിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവികമായ സാന്നിധ്യം തൻ്റെ മേൽ ദൈവം പകർന്നു കൊടുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആ ദൈവദാസൻ ആമേൻ നല്ല പ്രചോദനം കൊടുക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്.
വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം. കഴിഞ്ഞ പകലിൽ ദൈവം നമ്മളോട് ശക്തമായിട്ട് ഇടപെടുവാനായിട്ടിടയായി. സ്തോത്രം. അന്ധമായ ആത്മരക്ഷയെക്കുറിച്ചാണ് രാവിലെ ഞാൻ നിങ്ങളോട് വചനങ്ങൾ സംസാരിച്ചത്. അതിലേക്ക് വന്നു വീഴുന്ന ചിലരെക്കുറിച്ച് ആത്മാവിൽ പറയാനായിട്ടിടയായി. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഓർമ്മിപ്പിക്കാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ദൂത് മനസ്സിലായതുകൊണ്ട് മറ്റ് കണ്ണികളെ ഞാൻ വിട്ടെന്നേ ഉള്ളൂ. ആ ആത്മരക്ഷയിലേക്ക് പ്രധാനമായി വന്ന് വീഴപ്പെട്ട ഒരു മനുഷ്യനും കൂടെ ഉണ്ട്. ആ മനുഷ്യൻ ബറവാസാണ്. യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ബറവാസ് ചിന്തിക്കാതിരുന്നപ്പോൾ കുറ്റവാളിയായി അടയ്ക്കപ്പെട്ട് ആമേൻ കൊലക്കയറിന് മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് ആ രക്ഷയിലേക്ക് ബറവാസും വന്ന് വീണത്. ഇന്ന് രാത്രിയിൽ നമ്മളും ആ രക്ഷയിലേക്ക് വന്ന് വീണതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എവിടെയൊക്കെയോ തകർന്ന് തരിപ്പണമാകേണ്ട നമ്മെ, തീർന്നു പോകേണ്ട നമ്മെ അവസാനിപ്പിച്ച് കളയാൻ പിശാച് ആമേൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ട വലിയ വലിയ പ്രശ്നങ്ങൾക്ക് നടുവിൽ യേശുവേ എന്ന ഒറ്റ വിളിക്കകത്ത് നമ്മുടെ രക്ഷ വെളിപ്പെട്ടതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പല തവണകൾ ആത്മഹത്യ ചെയ്യുവാൻ കഴിഞ്ഞ ഞരമ്പുകളെ മുറിച്ച ദിവസങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുകയാണ്. എന്നാൽ ആത്മഹത്യയൊന്നും പരിഹാരമല്ല എന്ന് എൻ്റെ ഹൃദയത്തോട് പറഞ്ഞ് സ്തോത്രം, ദൈവം എന്നെ വീണ്ടെടുത്തു, ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്കകത്ത് ദൈവവചനം പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് തന്ന എത്ര ശ്രേഷ്ഠകരമായ നിമിഷമായ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അല്പസമയങ്ങൾ മുഖവരയ്ക്ക് സ്ഥാനമില്ലാത്തത് കൊണ്ട് ദൈവവചനത്തിലേക്ക് തന്നെ, ദൈവാലോചനയിലേക്ക് തന്നെ രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രസംഗമായിട്ട് എടുക്കാതെ ശക്തമായ വെളിപ്പാടിൽ കൂടെ ദൈവ സഭ ഈ ദിവസങ്ങളിൽ കടന്നു പോകട്ടെ. ലൈവിൽ കൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്നായി കീബോർഡ് കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ വാത്സല്യ അച്ചാനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാം സങ്കീർത്തനം 32-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. വായിച്ചാട്ടെ. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവുകൾ തീർക്കുന്ന ദൈവം തന്നെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചൊരു നിമിഷം ശക്തമായ വർഷിപ്പ് നിങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഉള്ളം കരങ്ങളിലേക്ക് ദൈവം നിങ്ങളെ വഹിച്ചിരിക്കിയാൽ സ്തോത്രം ചെയ്യുകയാണ്. പ്രയാസങ്ങളും വിഷയങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കാം. പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവ്. പിശാചിൻ്റെ പദ്ധതികളെക്കുറിച്ച് നമ്മൾ തിരക്കാൻ പോകണ്ട. ആമേൻ. അതെല്ലാം അറിയുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു വിഷയത്തിൻ്റെ നടുവിലും താങ്കൾ വ്യാകുലപ്പെടേണ്ട. കർത്താവിൻ്റെ പൊന്നുകരം നമ്മുടെ നടുവിലുണ്ട്. അവൻ്റെ സാന്ത്വന സ്പർശനം അനുഭവിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനിൽ കൂടെ പറഞ്ഞ ഒരു വെളിപ്പാട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൂതല്ല ദൈവം തരാൻ പോകുന്നത്. അതിനപ്പുറമായി ചില വെളിപ്പാടുകൾ കൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകും. ഇന്നുവരെയും നിങ്ങളുടെ ചിന്തയ്ക്കകത്തോടി വരാത്ത ചില ആലോചനകളാൽ കർത്താവ് നമ്മളെ നിർത്താൻ പോകുകയാണ്. വളരെ ഭാരപ്പെട്ടാണ് ഒത്തിരി പേര് ഇവിടെ ഇതിനകത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ആരോടും സങ്കടം പറയാതെ ഹൃദയത്തോട് ദൈവത്തോട് ആത്മാവിനോട് ആമേൻ സ്തോത്രം പറഞ്ഞ് ആയിരിക്കുന്ന ഒത്തിരി ദൈവമക്കൾ ഇതിനകത്തുണ്ട്. പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം ആത്മശക്തിയോടെ നമ്മളെ നിർത്തട്ടെ. നെബൂഖദ്നേസർ രാജാവ്, ദാരിവേശ് രാജാവ് ദാനിയേലിനെ സിംഹക്കൂട്ടിലേക്ക് കൊടുക്കുമ്പോൾ ദാനിയേലിൻ്റെ പരിചയമുള്ളവരും ദാനിയേലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ, നീ പ്രാർത്ഥിക്കാതിരുന്നാൽ നിനക്ക് ഈ പ്രശ്നം വരത്തില്ലല്ലോ. നിന്നെ രാജാവ് രക്ഷിക്കും. പക്ഷെ ദാനിയേൽ പറഞ്ഞൊരു വെളിപ്പാടുണ്ട്. ദാനിയേൽ പറഞ്ഞു, എന്നെ രാജാവല്ല രക്ഷിക്കേണ്ടത്, എന്നെ ദൈവം രക്ഷിക്കണം. ഇന്ന് ഈ രാത്രി ദൈവാത്മാവിനോട് പറയുന്നു, ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ കൊണ്ടുവരുന്നെങ്കിൽ ഒരു മനുഷ്യനും നമ്മളെ രക്ഷിക്കേണ്ട. ആ ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് കടന്നു വരാൻ ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സിംഹത്തിൻ്റെ വായിൽ നിന്ന് ദൈവം വിടുവിച്ച ദാനിയേലിനെ പോലെ രാജാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്.
നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചുവോ? ആമേൻ. ദാനിയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ദൈവം രക്ഷിച്ചിരിക്കുകയാണ്. എനിക്കറിയാം ഈ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ ചിലർ ആ നിയോഗത്തിലേക്ക് കയറി വരാൻ പോകുകയാണ്. ഓ ദൈവസാന്നിധ്യമാ ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. താവേ ജനത്തോട് ഇടപെടണമേ. വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ഒരു ആത്മസാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടണമേ. ആദരങ്ങളെ നിറയ്ക്കണമേ. ഒരു മാനുഷിക വാക്കുകളും പറയാൻ ദൈവം അനുവദിക്കല്ലേ. ദൈവത്താൽ ഞങ്ങൾ വിടുതൽ പ്രാപിപ്പാനിടയാക്കണമേ. ദൂരസ്ഥലങ്ങളിൽ ലൈവിൽ കൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന കർത്താവേ, തൻ്റെ മക്കൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ഭാഗത്തൊരു വലിയ വ്യത്യസ്തപരമായ ഒരു അനുഭവം ഈ മീറ്റിങ്ങിൽ കൂടെ തൻ്റെ മക്കളുടെ മേൽ ചൊരിയുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, വലിയ ദൈവപ്രവർത്തികൾ കാണുവാൻ കർത്താവിടയാക്കണമേ. പലരും ഫോൺ വിളിച്ച് പറയത്തക്ക നിലവാരത്തിൽ ഈ മീറ്റിങ്ങിനകത്ത് വ്യാപരിച്ച അഭിഷേകത്തിൻ്റെ ഒരു ശക്തി ഞങ്ങളുടെ മേലും വന്ന് വീണു എന്ന് പറയത്തക്ക നിലകളിൽ ഞങ്ങൾ അതിനെ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ഞങ്ങളതിനെ വിശ്വസിക്കുകയാണ്. ഒരു പൊട്ടനെ പോലെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദൈവസാന്നിധ്യം ഇന്ന് ഈ രാത്രിയിൽ ഹോളിനകത്ത് വ്യാപരിക്കട്ടെ, അന്തരീക്ഷത്തിനകത്ത് വ്യാപരിക്കട്ടെ. ഈ ഹോളിന് ചുറ്റും ദൈവസാന്നിധ്യം കൊണ്ട് വ്യാപരിക്കട്ടെ. ഇതിൻ്റെ മുറ്റും തീയുടെ മണ്ഡലം ചലിക്കപ്പെടട്ടെ. കർത്താവേ, ആ തീയിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊണ്ടുപോകണമേ. ഉടരാ ശമന റികൽക്കമന. ഇതിനകത്ത് ഒത്തിരി യുവനക്കാരുണ്ട് കർത്താവേ. അവിടെ മേലൊരു ഭയങ്കര ദൈവശക്തി, പിശാചിൻ്റെ പദ്ധതികളെ ചവിട്ടി മെതിക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ കൃപാവരങ്ങൾ തൻ്റെ മക്കളുടെ മേൽ ഇന്ന് പകൽ ആ നിയോഗമായി വീഴട്ടെ. താങ്ക് യു ജീസസ്. അനുഗ്രഹിക്കണം പ്രിയ കർത്താവിൻ്റെ ദാസനെയും സഭയെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ. വലിയ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹായിക്കണം. സഭയുടെ അന്തരീക്ഷങ്ങളൊക്കെ കർത്താവ് മാറ്റണം. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ടൊന്ന് പറഞ്ഞേ, നന്നായിരിക്കണമെന്ന് പറഞ്ഞിട്ട്. നന്നായിരിക്കണമെന്ന് പറഞ്ഞു. മൈനയും തന്നെ അടുത്തിരിക്കണം. പറയൂല, നന്നായിരിക്കണം. കൊള്ളാം. എല്ലാവരും ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. സ്തോത്രം. നന്നായിരിക്കണമെന്ന് തന്നെയല്ലോ പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും നന്നായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് അമ്മായിയമ്മ മരുമോളോട് പറഞ്ഞതാണ്. നവോമി സ്തോത്രം രൂത്തിനോട് പറഞ്ഞതാണ്. നീ എന്ത് ചെയ്യണം? എനിക്ക് വേറെ ഒന്നും തരാനില്ല, എനിക്ക് തരാനുള്ളത് ഒന്നേ ഉള്ളൂ. നീ എന്ത് ചെയ്യണം? നന്നായി ഇരിക്കണം. തൊലഞ്ഞു പോകട്ടെ എന്നല്ല, നീ നന്നായിരിക്കണം. അല്ലേലിയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് പിശാച് കേൾക്കുമ്പോൾ ഭയങ്കര പ്രോബ്ലമാണ്. നമ്മൾ നന്നായിരിക്കുന്നതും നമ്മൾ ഉയർച്ച പ്രാപിക്കുന്നതും അനുഗ്രഹം പ്രാപിക്കുന്നതൊന്നും പിശാചിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ ക്ഷേമമായി നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകം ചെറുതല്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അയ്യോ, ചെറിയ അഭിഷേകമല്ല നമ്മുടെ അകത്ത് കിടക്കുന്നത്. അത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കത്തില്ല. ആളുകൾ പറയുന്നത് പോലെ ആനയ്ക്ക് ആനയുടെ വലിപ്പം എന്ത് ചെയ്യത്തില്ല, അറിയില്ല. അതുപോലെ നമ്മുടെ അകത്ത് കിടക്കുന്ന അഭിഷേകം അത് ചെറുതല്ല. ജോബിനെ സ്തോത്രം. അത് തിരിച്ചറിയുന്ന ഒരു ദിവസം ദൈവം സഭയ്ക്കകത്ത് വെളിപ്പാടിൽ നിറയ്ക്കാൻ പോകുകയാണ്. ശലവർ. അങ്ങനെ ഒരു വെളിപ്പാടിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോവുകയാണ്. യെശയ്യാ പ്രവചന പുസ്തകം 6-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ദൈവത്തിൻ്റെ സാറാഫുകൾ ഇറങ്ങി വന്നിട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കനൽ എടുത്ത്, യെശയ്യാ പ്രവചന പുസ്തകം 6-ാമത്തെ വാക്യമാണ്. അവിടെ ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കനലെടുത്ത് യെശയ്യാവിൻ്റെ നാവിൽ വെച്ചു കൊടുത്തു. അർത്ഥാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൂതന്മാർ, സാറാഫുകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ചുറ്റും സംഘടിച്ചു നിൽക്കുന്ന, എന്തിനും പോന്ന ശക്തിയുള്ള, പറന്ന് കയറാൻ ശക്തിയുള്ള, ഏത് ശക്തികളെയും അതിജീവിച്ച് പറക്കാൻ, ഏതു കാറ്റിനെയും അതിജീവിച്ച് പറക്കാൻ ശക്തിയുള്ള
ശക്തിയുള്ള ബലമുള്ള ദൈവത്തിൻ്റെ സംഘമായ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിലയുറപ്പിച്ച് എന്തിനു പോകുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരാണ് സാറാഫുകൾ. എന്നാൽ ഈ സാറാഫുകളിൽ ഒരുവൻ ഇറങ്ങി വന്ന് ഈ ആലയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കനൽ കൊടില് കൊണ്ടെടുത്തു. എങ്ങനെ എടുത്തു? വായിച്ച മമ്മി, വായിച്ചേ. യെശയ്യാ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട്, എന്തുകൊണ്ടെടുത്തേ? കൊടില് കൊണ്ടെടുത്തു. കൊടില് കൊണ്ട് ആമേൻ. ഈ കനലെടുക്കുകയാണ്. കൈ കൊണ്ടല്ല എടുത്തത്, കൊടില് കൊണ്ടാണ് എടുത്തത്. എന്ന് പറഞ്ഞാൽ സാറാഫുകൾക്ക് പോലും ഈ ആലയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കനലെടുക്കാൻ കൊടില് വേണ്ടി വന്നു. സ്തോത്രം. ഈ കൊടില് കൊണ്ട് ഈ കനലെടുത്ത് യെശയ്യാവിന്റെ നാവിൽ വെച്ചു. ഇന്ന് രാത്രി ഞാൻ ആലോചന പറയാം. ദൂതന്മാർക്ക് പോലും സ്പർശിക്കാൻ കഴിയാത്ത കനലാണ് നമ്മുടെ നാവിൽ ദൈവം തന്നിരിക്കുന്നത്. കരമടിച്ച ആത്മാവിൽ ഓ സഭ തിരിച്ചറിയട്ടെ, സഭ തിരിച്ചറിയട്ടെ. ദൈവം നിനക്ക് തന്നിരിക്കുന്ന അഭിഷേകം ചെറുതല്ല. നീ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ പോരാ 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 പോരാ. നീ ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണ മനുഷ്യനല്ല. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ് ദൈവസഭയ്ക്കകത്ത്. പരിശുദ്ധാത്മാവിന്റെ വലിയ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ശബല ഹഡഗ ശംഭല ധനാൽ കമാനിയ അധരഘടകമ ശംഭരാധര. ഞാൻ കോഴിക്കോടിലേക്ക് ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോൾ ബസ്സിൽ കയറിയിരിക്കുന്ന സമയത്ത് ഞാനിരിക്കുന്ന സീറ്റിൻ്റെ മുൻഭാഗത്ത് ഒരു ചെറുപ്പക്കാരനായിരിക്കുന്ന പയ്യൻ പെട്ടെന്ന് അവൻ്റെ ഈ ജന്യു വരുന്നത് പോലെ വന്ന് ഭയങ്കര ബഹളം. അവനെ പിടിച്ചിട്ട് ആരും നിൽക്കുന്നില്ല, ആരും പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ആളുകളൊക്കെ എടുത്ത് ദൂരെറിയണം. അവൻ അത്ര ശക്തിയോടെ പൈശാചിക ശക്തി ഇളകി നിൽക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അത്രയും സമയം അവൻ അക്രമം കാണിച്ചവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പതിയെ ആ സീറ്റിനകത്തിരുന്നു. ഹല്ലേലൂയ. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ അകത്തു കിടക്കുന്ന അഭിഷേകം ചെറുതല്ല. യുവത്വത്തെ തകർക്കുന്ന ചില പൈശാചിക ശക്തികൾ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചിരുത്താൻ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന് കഴിയും. ശക്തിയോടെ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നു. മൗനമായിരിക്കല്ലേ, മൗനമായിരിക്കല്ലേ. മറ്റൊരവസ്ഥയിലേക്ക് ദൈവം നിന്നെ കയറ്റിവിടും. അന്യഭാഷ പറഞ്ഞ് കമാൺ. നീ പരാതി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടവളല്ല. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്താൽ വലിയ അനോയിന്മെന്റ് പരിശുദ്ധാത്മാവ്. ആ അഭിഷേകമാണ് നമ്മുടെ നാവിനകത്ത് ദൈവം തന്നിരിക്കുന്നത്. സാറാഫുകൾക്ക് പോലും തൊടാൻ പറ്റാത്ത ആ അഭിഷേകത്തിന്റെ കനൽ യെശയ്യാവെന്ന് പറയപ്പെടുന്ന സാധാരണ മനുഷ്യന്റെ നാവിലേക്ക് എടുത്തു വെച്ചു കൊടുത്തെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ അകത്തു കിടക്കുന്ന അഭിഷേകം അത് ചെറുതല്ല. അത് പിശാചിന്റെ കോട്ടകളെ ഇടിക്കാൻ കഴിവുള്ളതാണ്. സ്തോത്രം. നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ശക്തിയോടെ പറയാമോ? ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്നെ തുടിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് ദാവീദിന്റെ പ്രാർത്ഥന. 142-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച മക്കളെ, ഒന്ന് വായിച്ചേ. ഇവിടെ കൊടുക്ക, വാക്യം കൊടുക്ക്. യെസ്, കമോൺ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം വായിച്ചു. 142. 142-ന്റെ 6 മക്കളെ. ആ 142-ന്റെ 6 വായിച്ചേ. യെസ്. 7-ാമത്തെ വാക്യം കൂടെ വായിച്ചു. നമുക്ക് 7-ാമത്തെ വാക്യം വായിച്ചേ. അതാ വാക്യം.
അതാ വാക്യം. ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ എവിടെ നിന്ന് പുറത്തിറക്കണം? അപ്പൊ സ്തോത്രം പറയാതെയും ആരാധിക്കാതെയും താങ്കളെ ഇരുത്തിയിരിക്കുന്നെങ്കിൽ താങ്കൾ ഏതോ കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. ഇത്രയും ശക്തമായ ആരാധനയും വർഷിപ്പും ഇവിടെ നടക്കുമ്പം നമുക്ക് ആരാധനയിലേക്ക് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ നോക്കിക്കോ, ഏതോ കാരാഗ്രഹത്തിനകത്ത് നിന്റെ പ്രാണനെ പിശാച് പിടിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് പറയാം, ഈ ആരാധന കഴിയുമ്പോ നിന്റെ പ്രാണനെ സ്തോത്രം ചെയ്യാതിരിക്കാൻ, ആരാധിക്കാതിരിക്കാൻ, വാ തുറക്കാതിരിക്കാൻ, നീ ഒന്ന് സ്തോത്രം പറഞ്ഞ് ആരാധിക്കാതിരിക്കാൻ, അന്യഭാഷ പറയാതിരിക്കാൻ, മോളെ സ്തോത്രം പറഞ്ഞോ, മോളെ സ്തോത്രം പറഞ്ഞോ. നീ സ്തോത്രം പറഞ്ഞാൽ നിന്റെ പൈശാചിക മണ്ഡലങ്ങൾ ദൈവം അടിക്കും. നിന്റെ വായ കെട്ടി പൂട്ടി വെച്ചിരിക്കുന്ന ദുരാത്മാവിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ദൈവം അഴിക്കാൻ പോകുകയാണ്. ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എനിക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ദൈവസഭയ്ക്കകത്ത് ആരാധന വെളിപ്പെടട്ടെ. നിന്നെ ആരാധിപ്പിക്കുകയല്ല, നീ സ്വയം ആരാധിക്കണം, സ്വയം ആരാധിക്കണം. നീ സ്തോത്രം പറഞ്ഞു തുടങ്ങണം. നീ സ്തോത്രം പറയാതിരിക്കേണ്ടതിന് നിന്റെ പ്രാണനെ കാരാഗ്രഹത്തിനകത്ത് ശക്തിയോടെ പ്രാർത്ഥിച്ചോ, ശക്തിയോടെ പ്രാർത്ഥിച്ചോ. ചില കൂട്ടിക്കെട്ടിയ മണ്ഡലങ്ങൾ വായ്കളെ പൂട്ടി നിന്നെ കൊണ്ട് സ്തോത്രം പറയിക്കത്തില്ലെന്ന് പറഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്ന നിന്റെ ആധാരത്തെ പൂട്ടി വെച്ചിരിക്കുന്ന നാവുകളെ കെട്ടിപ്പൂട്ടിയ മണ്ഡലങ്ങൾ ആരാധനയാലയത്തിനകത്ത് നിന്നെ വായി തുറക്കാൻ അനുവദിക്കാതെ നിന്നെ പൂട്ടിയ ചില പൂട്ടുകൾ, കാരാഗ്രഹത്തിന്റെ പൂട്ടുകൾ ഇന്ന് രാത്രി പൊളിക്കാൻ പോകയാ. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്റെ ആദരത്തെ പൂട്ടി, ദൈവസഭയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്റെ ആദരത്തെ പൂട്ടി, നിന്റെ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്റെ താവിനെ കെട്ടി. ഇന്ന് രാത്രി യേശുവിന്റെ കരം ഈ പട്ടണത്തിൽ ഇറങ്ങുകയാണ്. അഭിഷേകമുള്ള ദൈവമക്കൾ കരം ചേർത്തടിച്ചോ. ഈ സഭയ്ക്കകത്ത് വന്ന് സ്തോത്രം ചെയ്യാൻ ഞാൻ ചിലതിനെ പിടിക്കാൻ പോകുകയാണ്, ചിലതിനെ പിടിക്കാൻ പോകുകയാണ്, ചിലതിനെ തൊടാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപ ചലിക്കുന്ന ആത്മശക്തി ഇന്ന് രാത്രി ലൈവിൽ ഞങ്ങളെ കാണുന്ന ദൈവമക്കളോട് ആത്മാവ് ഇടപെടുകയാണ്. നിന്നെ പൂട്ടിയ മണ്ഡലങ്ങൾ ആരാധിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്നെ സ്റ്റക്കാക്കി നിർത്തി, നിന്റെ തലമുറയെ കെട്ടിപ്പൂട്ടിയ ആത്മമണ്ഡലത്തെ ഒതുക്കി കെട്ടിയ വിശ്വാസ ജീവിതത്തിലേക്ക് വരാൻ കഴിയാതെ, ആത്മാവിൽ ഉണരാൻ കഴിയാതെ ജഡത്തിന്റെ കെട്ടുകെട്ടി സ്തോത്രം പറയരുതെന്ന് പറഞ്ഞ് വിലക്കുന്ന ചില ശക്തികൾ പോട്ടെ. അല്പസമയങ്ങളെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾ നിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം, എനിക്ക് സ്തോത്രം ചെയ്യണം, എനിക്ക് സ്തോത്രം ചെയ്യണം, എനിക്ക് സ്തോത്രം ചെയ്യണം, സ്തോത്രം ചെയ്യണം. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ വന്നിട്ട് പറയാ, നിങ്ങൾക്ക് സമാധാനം. യഹൂദന്മാരെ പേടിച്ച് ദൈവത്തിന്റെ ശിഷ്യഗണങ്ങൾ ആമേൻ വാതിലടച്ചകത്തിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം, യേശു അവരുടെ നടുവിൽ വന്ന് നിന്നിട്ട് പറയാണ്, അവർക്ക് നിങ്ങൾക്ക് സമാധാനം. ഒരാമേ പറഞ്ഞേ.
ഇന്ന് രാത്രി ആ ഭയന്നിരിക്കുന്ന ശിഷ്യന്മാർക്ക് നടുവിൽ യേശു വന്ന് നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, കർത്താവേ, അവർ സിയോൻ മാളിക മുറിയിൽ കൂടാമെങ്കിൽ ഞാൻ അവിടെ ഭയത്തെ പൊട്ടിച്ച് ദൂരെ എറിയും. പരിശുദ്ധാത്മാ പറഞ്ഞെങ്ങനെയാണ്? അവർ സിയോൻ മാളിക മുറിയിൽ കൂടാമെങ്കിൽ, അധികം പേരൊന്നും വേണ്ട, 120 പേര് മതി, അത് മതി. അങ്ങനെ കൂടാമെങ്കിൽ അവരെ നീണ്ട കാലഘട്ടത്തിലെ ഭയത്തെ ഞാൻ ഇറങ്ങി പൊട്ടിക്കും. ഇന്ന് രാത്രി നിന്നെ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്ന ഭയം നിന്റെ അകത്തിട്ട്, നിന്റെ തലമുറയ്ക്കകത്ത് ഭയമിട്ട് ആരാധിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നിന്റെ കുടുംബത്തെ ഭയത്തിൽ ആഴ്ത്തിക്കളയുന്ന ചില ഭയത്തിന്റെ ശക്തികളുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇറങ്ങി. Thank you, Jesus. Hallelujah. Hallelujah. ദാവീദിന്റെ പ്രാർത്ഥന വലിയ പ്രാർത്ഥനയാണ്. ദൈവദാസൻ പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കാൻ കൊതിക്കുന്ന, എനിക്ക് ഇന്ന ദൂത് തന്നെ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ല നമ്മൾ ഇരിക്കേണ്ടത്. സ്തോത്രം. പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഇന്ന് രാത്രി വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, ആ ഭയത്തെ കർത്താവ് പുറത്താക്കും. ദാവീദിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ച് കേട്ടോണം. എനിക്ക് സ്തോത്രം ചെയ്യണം. എനിക്ക് എന്ത് ചെയ്യണം? അപ്പൊ പുള്ളിക്ക് സ്തോത്രം ചെയ്യാൻ പറ്റാത്ത ചില പോരുകൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദാവീദ് പറഞ്ഞു, നിനക്ക് വേറെ ഒന്നും വേണ്ടേ? ദാവീദ് പറഞ്ഞു, ഒന്നും വേണ്ട. പിന്നെ എന്താ നിനക്ക് വേണ്ടത്? ദാവീദ് പ്രാർത്ഥിച്ചു, എനിക്ക് നിനക്ക് സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യണം. ഓ, കരമടിച്ചു ദൈവത്തെ സ്തുതിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ദാവീദിന്റെ ആഗ്രഹം എനിക്ക് സ്തോത്രം ചെയ്യണമെന്നാണ്. ദൈവമക്കളെ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ഒരു വ്യത്യസ്തപരമായ ദൂതിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോവുകയാണ്. നിന്റെ പ്രാർത്ഥന വ്യത്യസ്തപരമായ പ്രാർത്ഥനയായി. ചിലതൊക്കെ കാരാഗ്രഹത്തിനകത്ത് കിടക്കുക, പ്രാർത്ഥനയില്ല, സ്തോത്രം പറച്ചിലില്ല, ആത്മശക്തിയോടെ ആരാധനയില്ല. പിന്നെ നമ്മൾ വരുന്നു, ഇരിക്കുന്നു, പോകുന്നു എന്നുള്ളതല്ലാതെ ചിലതിൻ്റെ മേൽ ആ അഭിഷേകം ഒന്ന് ജ്വലിച്ചിറങ്ങുന്നില്ല. ഇന്ന് ആ കെട്ടിവിടെ പൊട്ടിക്കാൻ പോയി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു കാറ് കിട്ടിയില്ലേലും, ഭയങ്കര ബംഗ്ലാവ് കിട്ടിയില്ലേലും, നിനക്ക് സ്തോത്രം ചെയ്യാൻ നിന്റെ പ്രാണനെ ദൈവം പുറത്തു കൊണ്ടുവരണം. ഓ, എവിടെയൊക്കെയോ ചങ്ങലയിട്ട് പൂട്ടി, കൂച്ചുബലം കിട്ട് പൂട്ടി നിന്നെ ബന്ധിച്ച് നിന്റെ തലമുറകളെ കണ്ണികൾ കോർത്ത് കെട്ടി വെച്ചിരിക്കുന്ന കെട്ടുണ്ടെങ്കിൽ, പലതിനെയും പല വീടുകൾക്കകത്ത് പൂട്ടിയ കാരാഗ്രഹത്തിന്റെ പൂട്ടുകൾ, ഭാവിയെ തുറക്കാതെ പൂട്ടിയ ചില ചങ്ങലയുടെ കണ്ണികൾ ഇന്ന് രാത്രി അന്യായ ബന്ധനങ്ങളാൽ ബന്ധിച്ചിരിക്കുന്ന നിന്റെ തലമുറ, ഓ, ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചോ. ഓ റബലവ ശതരാധര വൈഡവ റംധേനി അദനഗടഗ ശതോനാരി അംധേലി ബൗഡ അതിനി വടവലവ ശഖാരി വംധേരിയ. സ്തോത്രം. പ്രത്യേകം ശ്രദ്ധിച്ചോണം. എല്ലാ കഷ്ടതയും ദൈവം തരുന്നതല്ല എന്ന് പ്രത്യേകം ഓർത്തോണം. എല്ലാ കഷ്ടതയും ആര് തരുന്നതല്ല? ദൈവം തരുന്നതല്ല. 94-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ വായിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ വാക്യത്തിലേക്ക് വരാം. 94-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു. വായിച്ച മക്കളെ, 94:20 വേഗത്തിൽ വായിച്ചോ. എങ്ങനെ നിയമങ്ങൾക്ക് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന എന്തുണ്ട്? ദുഷ്ടസിംഹാസനം എന്ന് പറഞ്ഞാൽ കഷ്ടത നിർമ്മിക്കുന്ന, താങ്കൾ അനുഭവിക്കേണ്ട കഷ്ടതയല്ല താങ്കൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഭവിക്കാൻ പാടില്ലാത്ത ചില കഷ്ടതകളിൽ കൂടെ താങ്കൾ ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നു. നിയമങ്ങൾക്ക് വിരോധമായി കഷ്ടതകൾ നിന്റെ വീട്ടിനകത്ത് കയറ്റിവിടുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അതുട്ട സിംഹാസനം ഈ പട്ടണത്തിൽ നിന്ന്
അഭിഷേകത്തിന്റെ നിറവ്. പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവ് വ്യാപരിക്കട്ടെ. ചില കട്ടതയിൽ കൂടെ നീ അനുഭവിച്ച് ചില കട്ടതയിൽ കൂടെ കടത്തിവിടുന്നു. പ്രാർത്ഥിച്ചിട്ട് ആ നിലയിൽ കയറി വരാൻ കഴിയാത്ത നിലയിൽ നിന്നെ ശാരീരികമായും മാനസികപരമായും നിന്നെ ബന്ധിച്ച് കെട്ടിയ ശക്തികളോട് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നു. സിംഹാസനങ്ങൾ നിന്റെ തലമുറകൾക്കെതിരായി, ഭാവി മണ്ഡലങ്ങൾക്കെതിരായി, ദൈവസഭകൾക്കെതിരായി സിംഹാസനങ്ങൾ ദേശത്ത് തുറന്നു വെച്ചിരിക്കുന്ന ചില നിർമ്മാണശാലകളെ ഈ ആരാധന കഴിയുമ്പോ സ്വർഗമിറങ്ങി പൂട്ടാൻ പോകുകയാണ്. കരമടിച്ച ദൈവത്തെ ആരാധിക്കേ. നിരന്തരം നിനക്കും നിന്റെ വീട്ടുകാർക്ക്, നിരന്തരം നിന്റെ തലമുറകൾക്ക്, നിന്റെ ഉപജീവന മാർഗങ്ങൾക്കകത്ത് സ്വസ്ഥതയില്ലാതെ, ഉപജീവനത്തിൽ സ്വസ്ഥതയില്ലാതെ, നിന്റെ വർക്കുകളിൽ സ്വസ്ഥതയില്ലാതെ, നിന്റെ ശബ്ദന കരമടിച്ചോ. ഇന്ന് രാത്രി ആരും മൗനമായിരിക്കല്ലേ. കരമടിച്ച് ആരാധിച്ചോ. ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തി നിന്റെ പ്രോജക്റ്റുകൾക്കകത്ത്, ബിസിനസ്സുകൾക്കകത്ത് നിയമമില്ലാതെ പോരാടുന്ന ചില ശക്തികൾ, നിയമത്തിന് വിരോധമായി നിൽക്കുന്ന ശക്തികൾ ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് തകിടം മറിക്കുന്ന ഒരു അഭിഷേകം. ഇന്ന് രാത്രി അത് ഉൾക്കൊള്ളുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഭവനമായിരിക്കേണ്ട. ഇതൊരു ഭയങ്കര ദൈവശക്തിയുടെ ഒരു പവർ വ്യാപാരമാണ്. ശക്തിയോടെ പ്രാർത്ഥിച്ചോ. ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ആത്മമണ്ഡലങ്ങളിൽ ഇറങ്ങാൻ പോകുകയാണ്. ഏതൊക്കെയോ വീടുകൾ കാരാഗ്രഹം പോലെ, ഏതൊക്കെയോ ഭവനങ്ങൾ കാരാഗ്രഹം പോലെ, സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, കണ്ണുനീര് കൊണ്ട് നിന്നെ കരയിപ്പിച്ച് നീ തകർന്നു പോകേണ്ട മണ്ഡലങ്ങൾക്കകത്ത്, നീ വീഴ്ന്നു പോകാൻ കാത്തിരിക്കുന്നവന്റെ മുൻപിൽ, നീ വീഴാൻ കാത്തിരിക്കുന്നവന്റെ മുൻപിൽ ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നു. വെട്ടിക്കോ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വെട്ടിക്കോ. വചനത്തിന്റെ ശക്തി. ഒരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. എവിടെയൊക്കെയോ പ്രോബളങ്ങളിട്ട് എന്താണെന്ന് പോലും അറിയാൻ കഴിയാത്ത നിലവാരത്തിൽ നിന്നെയിട്ട് കുഴക്കുന്നത് പോലെ ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ജനം കയറി വരാൻ പോവാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പല കഷ്ടതകളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിയമങ്ങൾക്ക് വിരോധമായിട്ടാണ്. എനിക്കറിയാം, എൻ്റെ മുമ്പിൽ സ്ക്രീൻ പോലെ കാണിക്കുന്ന ഒരു വെളിപ്പാട്. സ്തോത്രം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറിപ്പോകാം. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്: ഇത് നിയമപരമായുള്ളതല്ല, ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ നിയമമല്ല. ഈ നിയമം ഇല്ലാത്ത വിഷയത്തിനകത്ത് ഞങ്ങളെ ഇറക്കി വിട്ടാൽ സ്വർഗം അതിനകത്ത് ഇടപെടാൻ പോകുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ റൂമിനകത്ത് ആമേൻ നെബൂഖദ്നേസർ രാജാവ് കൂട്ടിയതായിരിക്കുന്ന തീ 7 മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആ ബാലന്മാരെ കെട്ടി തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അതിനകത്ത് ദൈവത്തിൻ്റെ ആമേൻ സാന്നിധ്യം, ദൈവത്തിൻ്റെ പുത്രനൊത്തവണ്ണം ഇറങ്ങി നിന്ന് അവരെ കൈകളിൽ വഹിച്ചെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയട്ടെ, ഉടമനഘടകശി എത്ര തീ കൂട്ടിയാലും അതിനേക്കാൾ വലിയ തീയാണ് അതിനകത്ത് ഇറങ്ങി നിൽക്കുന്നത്. ഇന്ന് രാത്രി ആത്മാവ് എന്നോട് പറയുന്നു, എന്തോ ഒരു തീയുടെ മണ്ഡലത്തിനകത്ത് നിന്നെ എരിച്ചു കളയുമെന്ന് പറഞ്ഞ് പിശാച് ഇങ്ങനെ കൂട്ടം കൂടുന്നെങ്കിൽ
ആത്മാവിനോട് പറയാണ്, ആ തീക്കകത്ത് തീയെ കെടുത്തിക്കളയാൻ ഒരു ശക്തി ഇന്ന് രാത്രി ഇറങ്ങി വരികയാണ്. ഈ 3 ബാലന്മാരെയും തീയിലേക്ക് വലിച്ചെറിയുമ്പോ സ്വർഗം മിണ്ടാതിരിക്കുമെന്ന് കരുതരുത്. അവിടെ നമ്മുടെ ബാലന്മാരെ പിടിച്ചുകൊണ്ടിടുന്ന സമയത്ത് മീഖായേൽ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ചട്ടനെ ഇറങ്ങാൻ പോവുകയാണ്, പെട്ടെന്ന് ഇറങ്ങാൻ പോവുകയാണ്. എന്നാൽ മീഖായേലിനെ ആമേൻ തടുത്തിട്ട് ദൈവപുത്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നീ പോകേണ്ട വിഷയമല്ല, ഇത് ഞാൻ ഇറങ്ങേണ്ട വിഷയമാണ്. ഇന്ന് രാത്രിയിൽ അവൻ ഇറങ്ങേണ്ട വിഷയത്തിനകത്ത് അവൻ ഇറങ്ങി വരും. നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ ശക്തിയോടെ ഇടപെടുകയാണ്. അവൻ ഇറങ്ങേണ്ട വിഷയത്തിൽ അവൻ ഇറങ്ങി വരും. എവിടെയൊക്കെയോ ഭാരപ്പെട്ട് വേദനിച്ച് നെടുവീർപ്പെട്ട് തീർത്തെന്ന് പറഞ്ഞ് ചിലത് വ്യാകുലപ്പെടുന്നെങ്കിൽ, വ്യസനിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നു. എന്റെ ദൈവം ഇറങ്ങേണ്ട വിഷയത്തിനകത്ത് അവൻ തന്നെ ഇറങ്ങി വരാൻ പോകുകയാണ്. അടിയട്ടെ കെട്ടുകൾ അഴിയട്ടെ, പോരുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില കെട്ടുകളെ പൊട്ടിച്ച് ദൂരെ എറിയുന്ന ഒരു അഭിഷേകം. നാം അവിടെ കെട്ടുകളെ പൊട്ടിച്ച് അവിടെ കയറുകളെ എറിയുന്ന ഒരു അഭിഷേകം. ആ അഭിഷേകത്തിൽ ജനം കയറി വരട്ടെ, അഭിഷേകത്തിൽ കയറി വരട്ടെ. കെട്ടുകൾ വെച്ചോണ്ടിരിക്കാനുള്ളതല്ല, അത് പൊട്ടിക്കാനുള്ളതാണ്. പിശാച് കെട്ടുന്ന അവന്റെ കയർ ഫാക്ടറികൾ ഇന്ന് രാത്രി ദൈവം കത്തിക്കാൻ പോകുകയാണ്. മടങ്ങി വരാം ദൈവമക്കളെ. 18-ാം സങ്കീർത്തനത്തിനകത്ത് വായിച്ചിരിക്കുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. വേഗത്തിൽ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴിയുടെ കുറവുകളൊക്കെയും തീർക്കുന്ന ദൈവം തന്നെ. വായിച്ച മക്കളെ, ഒരിക്കൽ കൂടെ വായിച്ചേ, ഉറക്കെ വായിച്ചേ. എന്നെ ശക്തി കൊണ്ട്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലം ശക്തി കൊണ്ട് അരമുറുക്കുകയാണ്. എങ്ങനെയാണ്? നിനക്ക് ശക്തി ഇല്ലാത്തിടത്ത് ശക്തി നൽകി നിന്നെ ബലപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നല്ല രാമയം പറഞ്ഞേ, ശക്തിയോടെ രാമയം പറഞ്ഞേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവദാസന്മാർ രാമയം പറയുക, അത് ഞങ്ങളുടെ ഒരു രീതി ആയതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത്. പറയിക്കാതെ തന്നെ എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. സ്തോത്രം പറയാതിരുന്നാൽ ചിന്തിച്ചോണം, നമ്മൾ എവിടെയോ കാരാഗ്രഹത്തിനകത്ത് പെട്ട് കിടക്കുക. അതുകൊണ്ട് അതൊരു പ്രത്യേക പ്രാർത്ഥന വെച്ചേ പറ്റൂ. അത് പ്രത്യേകം എന്ത് ചെയ്യണം? പ്രാർത്ഥന ഇരിക്കണം. സ്തോത്രം. അതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം ഇങ്ങനെ കയറ്റിക്കൊണ്ടുവരും. അല്ലെങ്കിൽ ആകപ്പാടെ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. അപ്പൊ എന്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്യണം? അരമുറുക്കുന്ന 40 യെശയ്യാ പ്രവചന പുസ്തകം 40-ാം അധ്യായം 29-ാമത്തെ വാക്യം വേഗം വായിച്ചോ. 40-29 യെശയ്യാ പ്രവചന പുസ്തകം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ എന്തു കൊടുക്കും? ശക്തി കൊടുക്കും. ഈ പ്രാർത്ഥന ദൈവം വെറുതെ ക്രമീകരിക്കപ്പെട്ടതല്ല. ശക്തി ഇല്ലാത്തവൻ എന്ത് കൊടുക്കാനാ? ശക്തി കൊടുക്കാനാ. അത് പ്രാപിച്ചിട്ട് എവിടെ നിന്ന് മടങ്ങാം. ഏതൊക്കെയോ മേഖലകൾക്കകത്ത് ശക്തിയില്ലാതെ താങ്കൾ ഭാരപ്പെടുന്നെങ്കിൽ ആ ശക്തി കൊണ്ട് ഇന്ന് രാത്രി ആരെ മുറുക്കിപ്പയ്ക്കോണം. ഓ ഹല്ലേലൂയ. ശക്തി കൊണ്ട് എന്നെ അരമുറുക്കുകയും. അടുത്ത വാക്യം കേൾക്കണേ. എന്റെ വഴികളിലെ കുറവുകളെല്ലാം തീർക്കുന്ന ദൈവം തന്നെ. ഒറ്റ ദൂതേ ഉള്ളൂ ഇന്ന് രാത്രിയിൽ. കേറിപ്പോകുന്നെങ്കിൽ കുറവ് തീർത്ത് കേറിപ്പോണം. ഇച്ചിരി ബുദ്ധിമുട്ടാ ഇത് ഇങ്ങോട്ട്. എനിക്ക് നിങ്ങൾക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും.
ഈ വെളിപ്പാടകത്തോട്ട് കയറാൻ. കുറവ് തീർത്ത് കയറിപ്പോകുന്ന ഒരു ജനറേഷനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി എത്ര വലിയ സഭയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എത്ര വലിയ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എങ്ങനെ പോണം? പുറകെ പറ മക്കളെ. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, പുറകിലൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആൻറ്റിമാരൊന്നും നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അടുത്തിരിക്കുന്നവർക്ക് നന്നായിരിക്കണം എന്നൊക്കെ പറയാൻ പറഞ്ഞല്ല, സന്തോഷത്തോടെ പറഞ്ഞു. ഇപ്പം സന്തോഷമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സ്വതന്ത്രം സന്തോഷിക്കേണ്ട വകയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് പുറത്തിറക്കുന്നില്ല ഇന്ന്. സ്വതന്ത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ പിടി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഇവിടെ ചിരിച്ച് ഉപ്പാട് വരും. അല്ലേ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ലൈവും കൂടെ പോകുന്നതുകൊണ്ട് ഞാൻ വളരെ എന്നെ ക്രമീകരിച്ച് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ശക്തിയോടൊന്ന് സ്വതന്ത്രം പറ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. അപ്പം കയറി പോകുന്നെങ്കിൽ എങ്ങനെ പോകണം? ഡുവിൻ പാസ്റ്റേ, നമ്മുടെ ജനമൊക്കെ കയറി പോകണമെങ്കിൽ കുറവ് തീർത്തേ കയറി പോകാവൂ. സ്തോത്രം. കുറവും വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ദൈവസന്നിധിയിലേക്ക് കയറി പോകാൻ പാടില്ല. നമ്മളെല്ലാം പോകാനായിരിക്കുന്ന എവിടെയാ? സന്തോഷമില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ പിന്നെ സഭകളിലൊന്നും ഇപ്പം പറച്ചിലൊന്നും കേൾക്കാനില്ല. കർത്താവേ, കണ്ടോ, മറന്നില്ലേ? ആർക്കും അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഈ സഭയ്ക്ക് ആർക്കും അറിഞ്ഞൂടാ. നമ്മുടെ ആശീർവാദം പറഞ്ഞിട്ട് ഒരു കാര്യം പറയുമല്ലോ. അതിപ്പോ പറഞ്ഞത് ഞായറാഴ്ച പറയത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞോണ്ട് പറഞ്ഞു, കർത്താവേ, വേഗതയ്ക്ക് ഒരു ചെറിയ കുറവുണ്ടല്ലോ. അപ്പച്ചന്മാരുടെ കാലഘട്ടത്തിലൊക്കെ പറയുമായിരുന്നു, കർത്താവേ വേഗം വരണമേ. പക്ഷെ നമ്മൾ എന്നാ ചെയ്യത്തില്ല? കർത്താവേ, ഈ വേഗം വരണം എന്ന് പറയുന്നത് ചിലപ്പം സൗണ്ട് അങ്ങ് സ്പീക്കർ അടിച്ചു പോയതുപോലെയാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനെയാണ് ദൈവം നോക്കുന്നത്. അതങ്ങനെയുള്ളൂ. കുറവ് തീർത്ത് കയറിപ്പോകുന്ന ഒരു ജനറേഷൻ. ദൈവം എത്ര നാൾ കൊണ്ട് ആഗ്രഹിക്കുന്ന അറിയാവോ? സ്തോത്രം. കയറിപ്പോകുന്നെങ്കിൽ അങ്ങനെ കയറിപ്പോണം അമ്മമ്മേ. നമ്മുടെ ജീവിതത്തിന്റെ കുറവ് വെച്ചിട്ട് നമ്മൾ കയറിപ്പോയാൽ ഇഹലോകത്തിലെല്ലാം കിട്ടും, എല്ലാം കിട്ടും. പത്രോസിന്റെ പടകിൽ യേശു വരികയാ. വന്നിട്ട് പത്രോസ് വല കഴുകിക്കൊണ്ടിരിക്കുക. പത്രോസിന് പറഞ്ഞു, മോനെ, മീനൊന്നും കിട്ടിയില്ലടാ. ഇന്നും കിട്ടിയില്ല. രാത്രി മുഴുവനും അധ്വാനിച്ചു. യേശു പറഞ്ഞൊരു കാര്യം ചെയ്യും, എന്തായാലും നിന്റെ പടകിൽ ഞാൻ വന്ന് കയറിയതല്ലയോ, ഒരു കാര്യം ചെയ്യും, നിന്റെ പടകിൽ വന്ന് കയറിയിട്ട് നിനക്കൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് നാണക്കേടുണ്ട്. അതുകൊണ്ട് നീ ആഴത്തിലേക്ക് പോ, ഞാനും കൂടെ വരാം. യേശു കർത്താവും കൂടെ പോയി പടക് മുഴുവനും നിറച്ചു. അടുത്ത പടകും കൂടെ വിളിച്ചു, അതിലും നിറച്ചു. അങ്ങനെ വലിച്ച് പടക് നിറഞ്ഞിരിക്കുമ്പം പത്രോസ് ഇങ്ങനെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി, മീനിലോട്ട് നോക്കി. എന്നിട്ട് പുള്ളി പറയാണ്, ഈ പാപിയായ മനുഷ്യനെ എങ്ങനെ പറ സന്തോഷമുണ്ടോ? മനുഷ്യനായി എന്നെ വിട്ട് നീ എന്ത് ചെയ്യണം? പോണം. അപ്പൊ പുള്ളി ആരായിരുന്നു? അയ്യോ, പാവം എന്നാണോ പാപി എന്നാണോ? അപ്പൊ പാപിയായ മനുഷ്യന്റെ പടകം യേശു നിറയ്ക്കും, അത്രേ ഉള്ളൂ. സാരഭാത്തിലെ വിധവയുടെ വീട്ടിനകത്തേക്ക് പോകുമ്പോൾ അവിടെ ഭരണിയിലെ എണ്ണയും മാവും കുറയാതിരിക്കാൻ ഏലിയാവാ ആമേൻ അവിടെ ചെയ്തെങ്കിൽ, അടുത്ത വാക്ക് അവിടെ കിടക്കുന്നത്, പാപിയായ എന്നെ പാപത്തെ ഓർമ്മിപ്പിക്കാനാണോ നീ ഇവിടെ വന്നതെന്ന സ്ത്രീ ചോദിച്ചേ. അപ്പൊ പാപം നമ്മുടെ അകത്തുണ്ടെങ്കിലും ഇഹലോകത്തിൽ ചിലത് കിട്ടും, പക്ഷെ അങ്ങ് പോകാൻ പറ്റുകയില്ല. സ്തോത്രം. പത്രോസ് പറഞ്ഞൊരു കാര്യം, പാപിയായി എന്നെ വിട്ട് നീ എന്ത് ചെയ്യണം? നീ പോണം. അപ്പോഴാണ് യേശു പറഞ്ഞു, നീ ഇന്ന് മുതൽ മീൻപിടുത്തക്കാരനല്ല, പിന്നെ നീ ആരെ പിടിക്കുന്നവനാകും. ചിലതൊക്കെ പിടിക്കാനാണ് നിന്റെ മേൽ കിടക്കുന്ന വെളിപ്പാട്. ഓ
പക്ഷേ എന്തോ ഒരു 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 കുരുട്ട് പോലെ നമ്മുടെ അകത്ത് കിടക്കുക. നമുക്ക് അതിനും താല്പര്യമില്ലാത്തതുപോലെ ഇവിടെ നിന്ന് എന്തൊക്കെ പിടിക്കണമെന്ന് പറഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ പിടിക്കേണ്ടത് ദൈവം നിന്നെ കൊണ്ട് പിടിപ്പിക്കും. നീ തയ്യാറാകുന്നെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ്. നീ പിടിക്കേണ്ടതല്ല, നീ പിടിക്കുന്നത്. ഇന്ന് രാത്രി അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന അതാ ദൂത്. അതാണ് ആ ദൈവദാസനിൽ കൂടെ അങ്ങനെ അറിയിച്ചേ. നമ്മൾ കേൾക്കാൻ കൊതിക്കുന്ന ദൂതല്ലായിരിക്കും ദൈവം പറയുന്നേ. യോ, ഈ മീറ്റിംഗ് വെച്ചപ്പോഴും ദൈവം അങ്ങനെ ചിന്തിച്ചതായിരിക്കാം. അതാണ് ആ ദൈവദാസന് വെളിപ്പെടുത്തി കൊടുത്തേ. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. അവർക്ക് ദൈവം കൊടുക്കുന്ന ദൈവിക വെളിപ്പാടുകൾ ഏറ്റെടുക്കുന്ന ഒരു ദൈവസഭയാകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒന്നും വിട്ടുകളയാതെ ഏറ്റെടുക്കുന്ന, ഹൃദയത്തിൽ ഒളിപ്പിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കരമടിച്ച ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുത്താട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി എന്ത് കിട്ടിയാലും കേറി പോകുന്നെങ്കിൽ എങ്ങനെ തീർത്ത് പോകണം? കുറവ് തീർത്ത് കയറി പോണം. ഈ കുറവിനകത്ത് പിശാച് മറയും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ അവസാനം പ്രാർത്ഥിക്കും. ഈ കുറവിനകത്ത് ആര് മറയും? പിശാച് മറയും. നമുക്ക് കുറവുണ്ടെങ്കിൽ ആരാധിക്കാൻ പറ്റും, അന്യഭാഷ പറയാൻ പറ്റും. പക്ഷെ അതിന്റെ പുറകിൽ ആര് മറഞ്ഞു നിൽക്കും? പറ മക്കളെ, പേടിയാണോ? രാവിലെ പേടിയില്ലായിരുന്നു, വൈകുന്നേരത്തെ പേടിയുണ്ടോ? പിശാചിനെ പേടിയില്ലാത്തവരെല്ലാം രാമയും പറഞ്ഞ് കണ്ടാ നിങ്ങളുടെ ചിലർ പുറകിലോട്ടൊക്കെ പേടിയാന്ന് തോന്നുന്നു. കാരണം പുറകിരിക്കുന്നോണ്ടാന്നോ? എന്നോട് എൻ്റെ അടുത്തോട്ട് നീങ്ങിയിരുന്ന പേടിയാണെങ്കിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ നാമയം പറഞ്ഞേ. പേടിയില്ലല്ലോ? ഇല്ല. കരിയിലാനങ്ങനെ രാത്രി. എൻ്റെ വലിയമ്മ, എൻ്റെ ആൻറ്റി, മൂത്ത ആൻറ്റി എന്നെ കൊച്ചിലെ കയ്യിലെടുത്ത് വെച്ച് ഇങ്ങനെ പാവാട്ടിക്കൊണ്ടിരുന്നു പുറത്ത്. ആൻറ്റി മരണപ്പെട്ടു പോയി. ഞാൻ ആട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അങ്ങ് ദൂരെ നിന്ന് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ കൈ ആട്ടുക. ആൻറ്റി ഇങ്ങനെ ആരോ കൈയാട്ടി വിളിക്കുന്നു, ഇരുട്ടത്ത് കൈയാട്ടി വിളിക്കുന്നുണ്ട്. ആൻറ്റി എന്ത് ചെയ്യുന്നു? എന്നെ തറയിട്ടിട്ട് കയറി ഓടിക്കളഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞതാ. അന്ന് പൊട്ടിയത് എൻ്റെ നെറ്റിയിലൊരു സൈഡ്. പിന്നെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. സ്വതന്ത്രം ചെയ്താട്ടെ. രാവിലെ ആൻറ്റിക്ക് ബോധം വന്നപ്പോൾ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് കണ്ടത് വാഴയല്ലായിരുന്നു, ഇങ്ങനെ ആടുകയായിരുന്നു രാത്രി കാറ്റടിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിയൊന്നുമില്ലല്ലോ. സ്തോത്രം. അവനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അവനെ പേടിക്കൊന്നും വേണ്ട. ഇന്ന് രാത്രിയിൽ സ്തോത്രം, നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകം അവനെ മറിക്കുന്ന അഭിഷേകമാണ്. ശക്തിയോടൊന്ന് സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്ന മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അതിൻ്റെ മേൽ കീഴ്പ്പെടുത്തി, അതിൻ്റെ മേൽ ചെയ്യമെടുക്കാൻ, അതിൻ്റെ മേൽ കയറി ചവിട്ടാൻ പരിശുദ്ധാത്മാവ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ മെതിക്കാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. നീ ഒന്ന് ഒതുങ്ങി കൊടുത്താൽ മതി. പരിശുദ്ധാത്മാവ് നിന്നെ അതിനകത്ത് കയറ്റും. മക്കളെ, കുറവുണ്ടോ? പിശാച് മറഞ്ഞിരിക്കും. അത് പള്ളിയിലും മറയും, സഭയ്ക്കകത്തും മറയും. എത്ര ശക്തമായി ആരാധന നടക്കുന്ന സഭയ്ക്കകത്തും പിശാച് കയറിഞ്ഞ് മറയും. അതല്ലേ ഞായറാഴ്ചയൊക്കെ പാസ്റ്റർ ശോശാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഏലിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അങ്ങനെ ഏലിയാമ്മ പിണങ്ങിപ്പോയി. ആര് പിണങ്ങിപ്പോയി? ഈ രണ്ടുപേരും ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. പോട്ടെ. അപ്പം ആരെ കുറവ്? അവൻ ഏലിയാമ്മയുടെ എന്തുണ്ടായിരുന്നു? കുറവ്. പുള്ളിക്കാരത്തെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, എന്നാലും പാസ്റ്റ് എൻ്റെ തലയിൽ കൈവച്ചു, എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ വന്നില്ല, അവളുടെ വീട്ടിൽ പോയി. അതുകൊണ്ട് ഞാൻ ഇനി സഭയിൽ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. പിശാച് എവിടെ കയറി മറഞ്ഞു? കുറവിനകത്ത് കയറി മറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കണം, പിശാചിന് മറയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ആരാണ് മക്കളെ? ഇയ്യോബ്. ദൈവപുത്രന്മാർ ഒരിക്കൽ ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി പോവുകയാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക്, സിംഹാസനത്തിലേക്ക് ദൈവപുത്രന്മാർ ദൈവത്തെ കാണാൻ പോവുകയാണ്. എന്തിനാണ് പോകുന്നതെന്ന് അറിയാമോ? അവിടെ ചെന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ദൈവത്തെ ആരാധിക്കാൻ പോയതാ. നമ്മൾ സഭയ്ക്കകത്ത് വരുന്ന വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവത്തെ ആരാധിക്കാനാണ് വന്നിരിക്കുന്നത്.
ഓ, നന്ദിയോടൊന്ന് സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയ. വേറെ ഒരു ടെൻഷനും വേണ്ട. ഇതിനകത്ത് കേറിയാൽ ആരാധനയിലോട്ട് ചലിക്കണം. ഹല്ലേലൂയ. ഒരു ടെൻഷനും വേണ്ടെന്ന്. ടെൻഷൻ എല്ലാം ആ റോട്ടിൽ കളഞ്ഞിട്ട് ഓർണം. സ്വതന്ത്രം. ഹല്ലേലൂയ. കാരണം അവിടെയും ടെൻഷൻ, ഈ സഭയ്ക്കകത്തും ടെൻഷൻ, എല്ലാം കൂടെ ആകപ്പാടെ അങ്കലാപ്പിലാവും. അതുകൊണ്ട് അതെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് ദൈവാലയത്തിലേക്ക് കയറാവൂ. ആരാധനയുടെ മഹത്വം നമ്മളായിട്ട് കളയരുത്. ഇവിടെ ഇതിനകത്ത് വരുന്നത് ആരാധിക്കാൻ വേണ്ടിയാ. നിന്റെ വ്യാകുലത പറയാനല്ല ഇവിടെ വരുന്നത്. അത് ദൈവത്തോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞോണം. ഇവിടെ വരുന്നത് ആരാധിക്കാൻ വേണ്ടിയാണ്. കരമടിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. കാരണം അവന്റെ തേജസ് കണ്ടാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആരാധിച്ചു പോകും. അത് കാണുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാനിവിടെ ഇരുന്നപ്പോൾ ആ തേജസ്സിനാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. തുള്ളിച്ചാടണമെന്ന് ആഗ്രഹമുണ്ട്. അത്ര ഒരു തേജസ്സാണ് ദൈവസഭയ്ക്കകത്ത് ഒരുക്കി ദൈവാത്മാവ് വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വചനം പറയുന്ന ആലയത്തിനകത്തേക്ക് കയറിപ്പോയപ്പോൾ അവൻ കാണുന്നത്, യെരൂശലേം ദേവാലയത്തിനകത്ത് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ആമേൻ സാറാഫുകൾ ചിറക് വിടർത്തിയിരിക്കുന്നതാണ്. ആലയത്തിൽ എങ്ങനെ ഇരിക്കുന്നു ബിബിൻ പാസ്റ്റർ? കെരൂബുകൾ അങ്ങനെ ഇരിക്കുവാണ്. ചിലരെ കണ്ടല്ലറിയാം. മൈക്കിരിക്കുന്നോണ്ടാണ് കേട്ടോ ഞാൻ മറ്റേ കൈ വെക്കാത്തത്. ഈ കൈയൊക്കെ നമ്മൾ എടുക്കണമെങ്കിൽ പോരാ. പുള്ളി വന്നിരുന്ന പിന്നെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. കൈ അനക്കത്തില്ല, കൈ അടിക്കത്തില്ല, പാടത്തില്ല. ഇവിടെ എത്രയൊക്കെ ശക്തമായ ആരാധന നടന്നാലും എന്ത് ചെയ്യത്തില്ല, അവർക്ക് നോ പ്രോബ്ലം. അവൾക്ക് വരിക എന്നിരിക്കുക. ഇവിടുത്തെ കാര്യമല്ല പറയുന്ന. രാമൻ പറഞ്ഞേ, അയ്യോ വയ്യെന്നാണോ? ആലയത്തിനകത്ത് കയറി നിന്ന് വരുമ്പോ കാണുന്നത് കെരൂബുകൾ ചിറക് വിടർത്തിയിരിക്കുന്നതാ. ഇന്ന് രാത്രി ആലയത്തെ കുറിച്ച് ആത്മാവ് ദൂത് പറയാ. ഇതിനകത്തിരിക്കുന്നവർ ചിറക് ഒതുക്കി വെക്കുന്നവരല്ല, ചിറക് വിടർത്തിയിരിക്കുന്ന ഒരാത്മാവിന്റെ കൂട്ടത്തെ കരമടിച്ച ദൈവത്തെ ആരാധിക്കുന്ന രാത്രിയിൽ അഭിഷേകത്തിന്റെ വ്യാപാരം, ചിറക് വിടർത്തിയിരിക്കുന്ന ഒരു തലമുറ, ചിറക് വിടർത്തിയിരിക്കുന്ന ഒരു തലമുറ. കരമടിച്ച് 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 അങ്ങനെ ഒരു ആത്മശക്തി ദൈവ സഭയ്ക്കകത്തേക്ക്. പോരാ പോരാ മമ്മി മമ്മി, come on, come on. Tirada va shakara thara thara thara. Thalavara va shakoria theria. തലമുറകൾ ചിറക് വിടർത്തി. അഭിഷേകം വ്യാപരിക്കുന്നു, അഭിഷേകം വ്യാപരിക്കുന്നു. ആരൊക്കെയോ നിന്നെ ഒതുക്കിക്കളഞ്ഞത് ആരാധിക്കാൻ കഴിയാതെ, ഉണരാൻ കഴിയാതെ, ചലിക്കാൻ കഴിയാതെ നിന്നെ ഒതുക്കിയ മണ്ഡലങ്ങൾ. ദൈവസഭയെ ഒതുക്കി ആത്മാക്കളെ തടയുന്ന, ചിറക് വിടർത്തിയിരിക്കുന്നതിനെ പോലും തടയുന്ന ചില ശക്തികൾ. ആ വാക്യത്തിനകത്ത് അടുത്ത് വായിക്കുന്നത് ഈ ചിറക് വിടർത്തിയിരിക്കുന്ന കെരൂബുകളുടെ ചിറക് മറ്റേ കെരൂബിനോട് തൊട്ടിരുന്നെന്നാണ്. തൊട്ടിരുന്നെന്നാണ്. ചിലരാണെങ്കിൽ വന്നിട്ട് സൂസിയുടെ അടുത്തിരിക്കുന്ന കസേര വരച്ചു, പാസ്റ്റർ നേരെ ഇട്ടിരിക്കുകയാണ്. വന്നിരുന്നിട്ട് നിങ്ങളെ പറഞ്ഞതല്ല കേട്ടോ. മതിയനെ കസേര എന്ത് ചെയ്യും? ഇങ്ങനെ ഇരിക്കുന്ന കസേര ക്യാമറ വെച്ചിരിക്കുന്ന ക്യാമറയെ മറച്ചിട്ട് ഇങ്ങോട്ട് നീക്കിയിരുന്നു. സ്വത്രം പറഞ്ഞ്, കാരണം ഞാൻ സൂസിയുടെ അടുത്ത് ഇരിക്കത്തില്ല. ഇത് കുറവാണ്.
ഇത് കുറവാ. അവൻ മറയും മറയും മറയും, നിന്നെ തകർക്കാൻ അവൻ കയറി മറയും. ഇന്ന് രാത്രി ആലയത്തിൽ നിന്ന് തുടച്ചെറിയുന്ന ഒരു അഭിഷേകം ദൈവാത്മാവിനെ കാണിക്കുന്നു. തൊട്ടിരിക്കുന്ന ഒരു അഭിഷേകം, ചേർന്നിരിക്കുന്ന ഒരു അഭിഷേകം ദൈവസഭയ്ക്കകത്ത് ഒരഭിഷേകത്തിന്റെ ചേർച്ച, ഒരഭിഷേകത്തിന്റെ ചേർച്ച ഇന്ന് രാത്രി ആത്മമണ്ഡലങ്ങൾക്കകത്ത് കരമടിക്കുന്നവർ കരമടിച്ചോണം. ഇന്ന് രാത്രി ഭവനമായിരിക്കല്ലേ, ശക്തിയുടെ ആത്മാവിന്റെ കാറ്റ് കരമടിച്ച മമ്മി യേശുവിന്റെ നാമത്തിൽ ഞാന് റേഷൻ കടയിലോട്ട് ഇങ്ങനെ അരി മേടിക്കാനായിട്ട് പോകുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ആൻറ്റി കയറി വരികയാണ്. റേഷൻ കട ഇങ്ങോട്ട് വരിക. പിന്നെ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി ഇവിടെ പോയി റേഷൻ കട അരി മേടിച്ചായിരുന്നു, കിട്ടിയായിരുന്നു? അപ്പം ആൻറ്റി പറഞ്ഞു ഇല്ല. ഞാൻ വെച്ചാൽ എന്ത് പറ്റി? അത് വേറൊന്നുമില്ല, എൻ്റെ വിരൽ പതിയുന്നില്ല, എൻ്റെ വിരൽ പതിയുന്നില്ല. ഞാനും പേടിച്ചാ പോകുന്നേ, ചിലപ്പോൾ എനിക്ക് പതിഞ്ഞില്ലെങ്കിൽ അരി കിട്ടുകയില്ല. സ്വോത്രം പറഞ്ഞില്ലല്ലോ. അയ്യോ, അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന റേഷൻ കട ഇരിക്കുന്ന ആൻറ്റിമാർ പറയുക, എവിടെകൾക്ക് രാത്രി ഉറക്കമില്ല, മൊബൈലിൽ തോണ്ടി 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 ഈ വരയൊക്കെ മാഞ്ഞു പോയിരുന്നു. സ്വോത്രം പറഞ്ഞാട്ടെ. ഇവരിൽ കഴിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് തന്നെ എന്നെ കുറിച്ച് തന്നെയാണ്. ദൈവം തന്ന അടയാളങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇപ്പൊ റേഷൻ കിട്ടുന്നില്ല പലപ്പോഴും, കാരണം സിഗ്നൽ വരുന്നില്ല, എല്ലാം പോയി, വിരലെല്ലാം മിണ്ടുന്നില്ല. കുറവിനകത്തവൻ കയറി മറയും കേട്ടോ. ഇന്ന് രാത്രി ആ കെട്ടുപിടന്ന് പൊട്ടിച്ച് ദൂരെറിയാൻ പോകുകയാണ്. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചോ. ഇന്ന് രാത്രിയിൽ ആത്മമണ്ഡലത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ശക്തിയോടെ ആത്മനിറവിൽ പ്രാർത്ഥിച്ചോ. പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി കുറവിനകത്ത് മറയുന്ന അഭിഷേകം. എന്തിനും തയ്യാറായിരിക്കുന്ന ഒരു ജനറേഷനാണ് ദൈവസഭയ്ക്കകത്ത് വേണ്ടേ. ഓ സ്തോത്രം. ദൈവദാസന് ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് അത്ര ഇഷ്ടമില്ല. അവർ പറയൂ, ഓ ഉപവാസ പ്രാർത്ഥന. ഇപ്പൊ ഉപവാസ പ്രാർത്ഥന എന്ന പേരേ ഉള്ളു കേട്ടോ, ഉപവാസമൊന്നുമില്ല. പോട്ടെ, ഉപവാസ പ്രാർത്ഥന വല്ലാത്തൊരു ഇട്രേഷൻ. ഈ ആരാധന കഴിയുമ്പോൾ ഞങ്ങൾ ബിബിൻ പാസ്റ്റർ ഇവിടെ നിന്ന് പറയുകയാണ്, അടുത്ത ദിവസം തൊട്ട് 40 ദിവസത്തെ ഫാസ്റ്റിംഗ്. എന്റെ പൊന്നെ, നമുക്ക് അത്ര അങ്ങോട്ട് സൂഹിക്കത്തില്ല. സന്തോഷമുള്ളവരുണ്ട് കേട്ടോ, ആമയും പറഞ്ഞാട്ടെ. അതുകൊണ്ട് ആമയിൽ തന്നെ ഇരിക്കുന്ന കാര്യം സംഭവം എനിക്ക് മനസ്സിലായി. സ്തോത്രം സ്തോത്രം. കുറവിനകത്ത് മറയാൻ അനുവദിക്കരുത് അവനെ. ഇന്ന് രാത്രി നിന്റെ തലമുറയുടെ കുറവിനകത്ത് അവൻ കയറി മറഞ്ഞു നിന്ന് അവന്റെ ഭാവിയെ തകർക്കുന്ന ഒരു പൈശാചിക മണ്ഡലം ഇന്ന് രാത്രി ആത്മാവ് പൊട്ടിച്ച് ദൂരെ എറിയുകയാണ്. ദൈവം പറയുന്നു, ചിറക് വിടർത്തിയിരിക്കുന്ന കെരൂബുകൾ ദൈവസഭയ്ക്കകത്തുണ്ട്. കെരൂബ് ചിറക് വിടർത്തിയിരിക്കുക മാത്രമല്ല, ഒന്നിനോട് ഒന്ന് ചേർന്ന് അഭിഷേകം വ്യാപരിക്കുമ്പോൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്. കരങ്ങളെ തട്ടി ആത്മനിയോഗത്തിൽ ഇന്ന് രാത്രി ആരാധിച്ചു തുടങ്ങിക്കോ. ഒരു അഭിഷേകത്തിന്റെ പകർച്ച. പരിശുദ്ധാത്മാവിന്റെ ശക്തി വീശി ഒന്ന് അടിച്ചോണം. എഴുന്നേറ്റ് ആരാധിക്കാൻ പറ്റും, എഴുന്നേറ്റ് ആരാധിക്കണം. സ്വതന്ത്രം പിശാചിനെ വിട്ടുകൊടുക്കരുത്. ആരാധിച്ച് ദൈവസഭ എന്ന് പറഞ്ഞാൽ ആരാധിക്കാനുള്ള ഇടവാ.
ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവപുത്രന്മാർ പോയി ദൈവത്തിൻ്റെ അടുക്ക ചെന്ന് നിൽക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ആരാധന. അപ്പോൾ ഒരാൾ മാത്രം ആരാധിക്കാതിരിക്കുക. ദൈവം നോക്കിയപ്പോൾ ഒരാൾ മാത്രം കൈയും കെട്ടിയിരിക്കുന്നു. ദൈവം ഒന്ന് നോക്കിയപ്പോൾ വേറെ ആരുമല്ല, അവൻ്റെ പേരാണ് പിശാച്. ദൈവം പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, മോനെ നീ എവിടെ നിന്നാ വരുന്നേ? ഞാൻ പറഞ്ഞു ഞാൻ അന്യഭാഷ പറയാൻ തുടങ്ങി. ആര്? പുള്ളി എന്നെ അന്യഭാഷ പറഞ്ഞേ. ഞാൻ ഊടാടി. അതുപോലെ അന്യഭാഷ തന്നെ വേണമെങ്കിൽ പറഞ്ഞു. സ്വതന്ത്രം അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ എത്ര പേരുണ്ട്? കയ്യൊന്നോർത്ത മക്കളെ, നല്ലൊരു കയ്യൊന്നോർത്തേട്ടെ. എല്ലാവരും അഭിഷേകം പ്രാപിച്ചു. സ്തോത്രം. അതൊരു ഭയങ്കര, ഈ അഭിഷേകത്തിന് ഭയങ്കര വിലയാ മക്കളെ. നിങ്ങൾ വില കുറച്ച് കാണല്ലേ കേട്ടോ. അഭിഷേകത്തിന് വിലയുണ്ട്. വില മതിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകം. അഭിഷേകത്തിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചോണം. തിരിഞ്ഞു മിരിഞ്ഞ് നോക്കണ്ട. അഭിഷേകത്തെ നിറഞ്ഞ ദൈവത്തെ ആരാധിച്ചോണം. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ അങ്ങനത്തെ ഒരു ആരാധന ഈ സഭയ്ക്കകത്ത് പൊട്ടി പുറപ്പെട്ടാൽ ഈ ദേശത്ത് വാണരുളി നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തി ദേശം വിട്ട് ഓടി മാറും. ആര് പിടിച്ചോണ്ടിരുത്താൻ നോക്കിയാലും ഇരിക്കത്തില്ല. ആ അഭിഷേകത്തിന്റെ നിറവ് ചില അന്ധകാരത്തെ തകർക്കാം. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ. യേശുവിന്റെ നാമത്തിൽ ദൈവം പറഞ്ഞു അവനെ പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ പുറത്തു കൊണ്ടുവന്നു. ഞാൻ ഊടാടി സഞ്ചരിച്ചിട്ട് വരികയാ. അപ്പൊ ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അങ്ങോട്ട് കയറി ചോദിക്കുക. ദൈവം ചോദിക്കുക, നീ എന്റെ ഭക്തന്റെ മേൽ കണ്ണുവെച്ചുവോ? ദൈവം കയറി ചോദിക്കുക മക്കളെ. ദൈവം കയറി ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? എന്റെ ഭക്തന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? ഇന്ന് രാത്രി ദൈവം കയറി ചോദിക്കാൻ പോകാൻ ചിലതിനോട്. യോബിന്റെ കുറവിൽ മറയാൻ പിശാചിന് പറ്റിയില്ല, മറഞ്ഞു നിൽക്കാൻ പറ്റിയില്ല. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ്. ദൈവം കയറി ചിലതിനോട് ചോദിക്കാൻ പോകുകയാണ്. നിന്നെ തരിപ്പണമാക്കിയ ശക്തികൾ, നിന്റെ ജീവിതത്തെ തുലച്ച ശക്തികൾ, യേശുവിന്റെ നാമത്തിൽ ഈ സഭയെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നും ആരാധന അല്ല, ശക്തമായ ആരാധന പിള്ളേരും മക്കളെ. സ്തോത്രം. നമുക്ക് പറ്റുന്നത് ഒന്നേ ഉള്ളൂ, ആരാധിക്കാൻ പറ്റും. വിട്ടുകൊടുത്ത് ആരാധിച്ചാൽ മതി. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയൊക്കെ മൂർച്ചയുള്ളതായിരിക്കണം. എങ്ങനെയുള്ളതായിരിക്കണം? ശക്തിയോടൊന്ന് സ്തോത്രം പറഞ്ഞേ. ഒറ്റ സ്തോത്രത്തിനകത്ത് ദേശത്തിന്റെ ശക്തികളെ ദൈവം അരിഞ്ഞിടാനുള്ള ആ മൂർച്ച നമ്മുടെ അകത്ത് വേണം. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന ഒരു വാക്യം എങ്ങനെയുണ്ട്? അവിടെ വായിക്കുന്ന 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഇസ്രായേലിൽ ആമേൻ സ്തോത്രം കൂട്ടത്തിൽ ഒരു കൊല്ലനില്ല എന്ന് പറഞ്ഞാൽ ആയുധം രാകുന്ന ഒരാള് അവരുടെ കൂട്ടത്തിലില്ല. അവർ ആയുധം രാകണമെങ്കിൽ, ആയുധം മൂർച്ചയുണ്ടാക്കണമെങ്കിൽ ഫെലിസ്ത്യന്റെ ആലയിൽ പോകേണ്ടി വന്നു. എവിടെ പോയി? ഫെലിസ്ത്യന്റെ ആലയിൽ. ആയുധം മൂർച്ചയാക്കണമെങ്കിൽ അവർ ഫെലിസ്ത്യന്റെ ആലയിൽ പോണം. അവിടുന്ന് ആലയിൽ ചെന്ന് വാള് ആമൻ കുന്തമൊക്കെ രാവിക്കൊണ്ട് ഇസ്രായേലിനെതിരെ വന്ന് നിൽക്കുന്ന ഫെലിസ്ത്യന് നേരെ ചെന്ന് ആമൻ യുദ്ധം ചെയ്യാൻ ചെന്ന് നിൽക്കുകയാണ്. അവിടെ വചനം വായിക്കുന്നത് 40 ദിവസം ഗോലിയാത്ത് അവൻ ഇസ്രായേലിനെതിരെ വെല്ലുവിളിച്ചു. ആരുണ്ട് ഇസ്രായേലിൽ കയറി വരാൻ എന്ന് പറഞ്ഞുകൊണ്ട് 40 ദിവസം. എന്തേന്നറിയാമോ? മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു. ശൗല് രാവിലെ പല്ല് തേച്ച് കുളിച്ചൊരുങ്ങി ഡ്രസ് ഇട്ട് നേരെ വന്ന് നിന്ന് അറ്റൻഷനായി നിൽക്കും. അപ്പം അപ്പുറത്തെ പുള്ളി വന്നിട്ട് വെല്ലുവിളിക്കും. ധൈര്യം ഉണ്ടോടാ കയറി വരാൻ? പുള്ളി പതിയേനെ തിരിഞ്ഞിട്ട് പുള്ളി നേരെ
ചെന്നിരിക്കും. പിന്നെ അടുത്ത രാവിലെ വരും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ യോനാഥാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പപ്പ എന്തുവാ, എന്തെങ്കിലും ഒന്ന് പറ, 40 ദിവസം ആയില്ലേ, കേസെങ്കിലും കൊടുക്കുമെന്ന് പറ. കാരണം വെല്ലുവിളിക്കുകയല്ലേ, ഒന്നും പറയാനും പറ്റുന്നില്ല. അപ്പോ ദാവീദ് പറഞ്ഞൊരു കാര്യം, മോനെ, എന്റെ കയ്യിലിരിക്കുന്ന വാള് ഫെലിസ്ത്യന്റെ ആലയിൽ കയറിയതാണ്. എന്റെ കയ്യിലിരിക്കുന്ന ആയുധത്തിന്റെ മൂർച്ച ആർക്കറിയാം? പറ മക്കളെ, ആർക്കറിയാം? നമ്മുടെ കയ്യിരിക്കുന്ന പ്രാർത്ഥനയും സ്വോത്രവും ഒളപ്പാസ സ്വോത്രവും ഒളപ്പാസ ആരാധനയൊക്കെ പിശാചിനറിയാം. നീ ഇറങ്ങി വാ അങ്ങോട്ടെന്ന് പറയും. നിന്നെ ഞാൻ തന്നെ ആട്ടയിൽ ഇവിടെ കൊണ്ടുവിട്ടത്, സ്വോത്രം പറഞ്ഞാട്ട്. ഞാൻ തന്നെ നീ അവിടെ നിന്നപ്പോൾ ഞാൻ വന്നില്ല ഒരു ഓട്ടയിൽ. ഞാൻ തന്നെ കയറ്റി കൊണ്ട് ഇവിടെ ആക്കിയ, സ്വോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ ആരും പിണങ്ങല്ലേ എന്നോടെ? അവന്റെ അടിവേരൊന്ന് പിഴാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. സ്തോത്രം. പിശാചിനറിയാം. നാളെ ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഒരു അമ്മച്ചി ഭയങ്കര വഴക്ക്, എന്തോ കിടന്ന് പറയുന്നു. ഞാൻ ചെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അമ്മച്ചി ഒറ്റയ്ക്കിരുന്ന് കസേരയിരുന്ന് അങ്ങ് പറയുക. വേറൊന്നും അല്ല അമ്മച്ചി പറയുന്നത്, സീരിയൽ കണ്ടിട്ട് അവരോട് കിടന്ന് അലക്കുക. സോദരം പറഞ്ഞു, ഇത് കണ്ടിട്ടാണ്, ഇത് കേട്ടിട്ടാണ്. ഇതെല്ലാം പിശാചിനറിയാം. അവന്റെ മൂർച്ച എത്രത്തോളം ഉണ്ടെന്ന് പിശാചിനറിയാം. ഇന്ന് രാത്രി നിന്റെ ആരാധനയും നിന്റെ പ്രാർത്ഥനയും ഒക്കെ അതിന്റെ മൂർച്ച അവനറിയാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ ആരാധന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിന്റെ മൂർച്ച അവൻ അറിയാൻ പാടില്ലാത്ത മൂർച്ചയാകണം. കരമടിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആരാധിച്ചോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ഇടപാടുകൾ ഈ ഹോളിനകത്ത് വെളിപ്പെടുകയാണ്. നമ്മുടെ ആന്റിമാരൊക്കെ മീൻ മുറിക്കുമ്പോൾ, മീനൊക്കെ വെട്ടുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പിച്ചാത്തി എടുത്ത് മീനൊക്കെ അറക്കുമ്പോൾ, വലിയ മീനാ അറക്കുമ്പോൾ അറത്തില്ല. എന്നാ ചെയ്യും നിങ്ങൾ? പണ്ടൊക്കെ മൺചട്ടിയായിരുന്നു. എന്നാ ചെയ്യും? അയ്യോ, നിങ്ങളൊന്നും ചെയ്യല്ലേ അല്ലയോ? ഞാൻ പറഞ്ഞു തരാം. മുറിയാതെ വരുമ്പം മൺചട്ടിയിലിട്ട് എന്ത് ചെയ്യും? എന്ത് ചെയ്യും ആന്റിമാരെ? ഒന്ന് പറഞ്ഞ് സത്യസന്ധയോടെ പറയണം. ചട്ടിയിലിട്ട് എന്ത് ചെയ്യും? തേക്കും. തേച്ച് ചട്ടിയുടെ വിളിമ്പ് പോയതല്ല, പിച്ചാത്തിക്ക് ഇന്ന് വരെ മൂർച്ചയില്ല. അവിടെ കൂടെ ഒരു പയ്യൻ പോകുന്നു. പിച്ചാത്തി രാവാനുണ്ടോ? എത്ര രൂപയാ? 10 രൂപ. പോടാ, 10 രൂപ. ഞാൻ ചട്ടിയിട്ട് ഉറച്ചുവിടാം. സ്വോത്രം ചെയ്താട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചോണം കേട്ടോ. ഞാനൊരു വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുമല്ലോ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കോ? നിങ്ങളൊരു പാസ്റ്റേ നോക്കണ്ട, ഇങ്ങോട്ട് എന്നെ നോക്കിക്കേ. പ്രാർത്ഥിക്കുമല്ലോ? പ്രാർത്ഥിക്കും. ഞാൻ വിഷയം പറയുമ്പോൾ പ്രാർത്ഥിക്കില്ല, എനിക്കറിയാം. എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ മോദി, നമ്മുടെ സാറ് ഇറങ്ങുന്നതിന് മുൻപേ ഈ 10 രൂപ നോട്ടും കൂടെ അങ്ങ് നിരോധിക്കണം. ആർക്കും പിടികിട്ടിയില്ല. സ്വോത്രം. എൻ്റെ ആമയും പറഞ്ഞു തുടങ്ങി എൻ്റെ ആദ്യമാർ. അയ്യോ, പേടിക്കണ്ട. പുള്ളി ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. 10 രൂപ, 20 രൂപ, 50 രൂപ എല്ലാം നിർത്തിയിട്ട് 100 രൂപ നോട്ടിൽ നിർത്തിയിട്ട് പുള്ളി ഇറങ്ങിപ്പോകും. നിങ്ങൾക്ക് സന്തോഷം വേണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞാട്ട്. കാരണം നമ്മുടെ ആൾക്കാർ ഗുണം പിടിക്കണം. പ്രാർത്ഥിക്കുമല്ല? ഇനി പ്രാർത്ഥിക്കുമല്ലോ. സ്വോത്രം. പോട്ടെ. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? സ്വോത്രം. അപ്പൊ പിശാചിനെ പിടിച്ച് പുറത്തിറക്കിട്ട് പറഞ്ഞു, എന്റെ ഭൃത്യന്റെ മേൽ നീ കണ്ണുവെച്ചുവോ? അപ്പൊ പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ നീ വേലി കെട്ടിയിരിക്കുകയാണ്. അത് നിനക്കെങ്ങനെ പിടികിട്ടി? അയ്യോ, അത് പിടികിട്ടി. എങ്ങനെ പിടികിട്ടിയടാ? അത് ഞാൻ അങ്ങോട്ട് ചെന്ന് കയറിയപ്പോ ഒരു ഇറുത്ത് കയറി. അയ്യോ, ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ വേലി കെട്ടിയ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടും. അത്രേ ഉള്ളൂ. ചില മേശരിമാരൊക്കെ കെട്ടി വെച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വെണ്ട് കീറിയതുപോലെയാണ്. പക്ഷെ ദൈവം വേലി കെട്ടിയാൽ അത് കെട്ടിയതും തന്നെയാണ്. ഞാൻ പലപ്പോഴും ആകാശത്തോട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഭാര്യ എന്നെ ചോദിക്കും, എന്താ ചായ ഫ്ലേ
ഫ്ലൈറ്റ് നോക്കുകയാണോ, പ്ലെയിൻ നോക്കുകയാണോ? ഞാൻ പറഞ്ഞു അല്ലടി, ഈ തൂണില്ലാതെ ആകാശം എങ്ങനെയാണ് നിർത്തുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ ആകാശമൊക്കെ ദൈവം ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ഒരു തൂണ് പോലും ഇല്ല. ഞാൻ വിചാരിച്ചും വിദേശത്തെങ്കിലും ഒരു തൂണ് ദൈവം വെച്ച്, അവിടെയും ഇല്ലെന്നാ പറയുന്നത്. ഞാൻ ചോദിച്ചപ്പോ ദൈവത്തിന്റെ അത്ഭുത സൃഷ്ടി. അങ്ങനെയാണെങ്കിൽ മോനെ, നിനക്ക് വേണ്ട ദൈവം ഒരു വേലി കെട്ടിയ അത് എന്ത് വേലിയായിരിക്കും. ഓ റിഖാബാബ ശംധരാധര, ഇന്ന് രാത്രി ആ വേലി നിന്റെ വീട്ടിനകത്ത് കയറാൻ പോകുകയാണ്. ആ വേലി നിന്റെ കുടുംബത്തിനകത്ത് വരാൻ പോകുകയാണ്. ആ ഇയ്യോബിന് കെട്ടിയെങ്കിൽ നിനക്കും കെട്ടാൻ ദൈവം ശക്തനാണ്. കരമടിച്ച ദൈവത്തെ സ്തുതിച്ചോ. ഇന്ന് രാത്രി ഭവനമായിരിക്കല്ലേ, ദൈവം ഇയ്യോബിന് കെട്ടിയെങ്കിൽ തീറങ്ങോട്ട് അഭിഷേകത്തിന്റെ തീ. കരമടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് രാത്രി ഹോളിനകത്ത് വ്യാപരിക്കുകയാണ്. ചിലതിനെ തകർക്കാൻ കൂട്ടം കൂടിയ ശക്തികൾ ദൈവസഭയെ തൊടാൻ പറ്റത്തില്ല. ചിലതിനൊക്കെ ഇവിടെ നിന്ന് എർത്ത് കയറി പോയിട്ടുണ്ട്, ചിലതൊക്കെ തട്ടി മനസ്സിലാക്കി പോയിട്ടുണ്ട്. ഇവിടെ ഇരച്ച് കയറിയതാ. പക്ഷെ ചിലതൊക്കെ വന്ന് എർത്ത് കയറി ഓടി. അവൻ എല്ലാം കളക്ട് ചെയ്തു. ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിരുന്നത് എല്ലാം പിശാച് സെർച്ച് ചെയ്തു. നമ്മളിപ്പം സെർച്ച് ചെയ്യുന്നത് പോലെ. നാളെ എൻ്റെ വീട്ടിൽ ഞാൻ ഞണ്ട് മേടിച്ചോണ്ട് പോയി. എൻ്റെ മോക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞണ്ടിന്റെ കറി വെക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല. അപ്പോൾ പറഞ്ഞു അറിയത്തില്ലെങ്കിൽ നമുക്ക് അടുത്ത വീട്ടിലോട്ട് കൊണ്ട് കൊടുക്കാം, അവർ വെച്ച് തരും. വേണ്ട. ഞാൻ പറഞ്ഞു എങ്ങനെ ചെയ്യും? അത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഇപ്പൊ പിന്നെ എല്ലാം യൂട്യൂബിൽ കിടക്കുമല്ലേ, സെർച്ച് ചെയ്ത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി കേട്ടോ, നിങ്ങളെ കാര്യമല്ല പറഞ്ഞേ. യോ കഴിക്കുന്ന ഞങ്ങളുടെ കാര്യം ഒന്ന് നോക്കിക്കേ. സ്വോത്രം പറഞ്ഞില്ല. പിശാച് എല്ലാം സെർച്ച് ചെയ്യുകയാണ്. ബൈബിൾ വായിക്കാൻ സമയമില്ല നമുക്കെല്ലാം. നമ്മൾ മൊബൈലിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. വചനം വായിക്കാൻ സമയമില്ല. സെർച്ചിങ് വേറെയാ. പിശാച് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇയ്യോബിന്റെ സകലതും അവൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വേലി കെട്ടിയിരിക്കുന്നു. അവന് ആടുമാടുകളുണ്ട്, സമ്പത്തുണ്ട്, 10 മക്കളുണ്ട്. അങ്ങനെയുള്ള എല്ലാം അവൻ കളക്ട് ചെയ്ത് വെച്ചു. ഹല്ലേലൂയ. പക്ഷെ അവന് കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒന്ന് ഇയ്യോബിന്റെ അകത്ത് ആ വെളിപ്പാടുണ്ടായിരുന്നു. കരമടിച്ചു ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി എന്തൊക്കെ അവൻ കളക്ട് ചെയ്താലും ഒരു വെളിപ്പാട് അവന് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ചില വെളിപ്പാടുകൾ ദൈവസഭയ്ക്കകത്ത് ദൈവം തന്നിട്ടുണ്ട്. അവനെല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. വേലി കെട്ടിയിരിക്കുന്നതും ഉള്ള അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ സംരക്ഷണമായ എല്ലാം പിശാച് കളക്ട് ചെയ്ത് വെച്ചു. പക്ഷേ പിശാചിന് ഒത്തിരി ടൈം അവന്റെ കുറവിനകത്ത് മറഞ്ഞിരിക്കാൻ ദൈവം അനുവദിച്ചില്ല. കാരണം യോബിനെ കുറിച്ച് ദൈവം പറയാണ്, അവൻ നിഷ്കളങ്കൻ. പറഞ്ഞ് അവൻ എന്താണ്? നിഷ്കളങ്കം ഉള്ളവരെ അങ്ങനെ പറയാവൂ കേട്ടോ. അവൻ ആരാണ്? നിഷ്കളങ്കൻ. പിന്നെ ദോഷം വിട്ട് അകന്നവൻ അല്ലേ? അവൻ ദൈവഭക്തൻ. ഓ, ദൈവം പറയാണ് ഇതൊക്കെ അവന്റെ കുറവില്ലായ്മയെ കാണിക്കുക. അതുകൊണ്ട് പിശാചിനോട് പറഞ്ഞു, നിനക്ക് മോനെ അവന്റെ കുറവിൽ മറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ദൈവം തന്റെ ഒച്ച ഏതേൻ തോട്ടത്തിനകത്ത് കേട്ടപ്പോൾ പിശാചിനോടൊന്നും മിണ്ടില്ല. പിശാചിനോടൊന്നും മിണ്ടിയില്ല. അവൻ ഹവ്വയുടെ പുറകെ ഇങ്ങനെ മറഞ്ഞു നിൽക്കുക. കാരണം അവർ കുറ്റം ചെയ്തത് കൊണ്ട് മറഞ്ഞു നിൽക്കുകയാണ്. ദൈവം ചോദിക്കും, നിങ്ങൾ എവിടെ? അവര് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്ത് ഞങ്ങൾ മറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അപ്പൊ ഇവരെ കുറവിനകത്ത് ആര് കയറി പറഞ്ഞു? ആദ്യം പിശാചിന്റെ കാര്യമേ ദൈവം മിണ്ടിയില്ല. പിശാചിന്റെ പേര് പറഞ്ഞത് തന്നെ ആരാണ്? ആരാ പറഞ്ഞേ പിശാചിന്റെ പേര്? പറഞ്ഞോ? ആരാ പറഞ്ഞു? ആദാം പറഞ്ഞു, ഇവള് ചതിച്ചു.
അവള് പറഞ്ഞു സാത്താൻ ചതിച്ചു. ആമേൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ സാത്താന്റെ പേര് പറഞ്ഞത് ആന്റിയാ പറഞ്ഞ, സ്വോത്രം പറഞ്ഞില്ല. ഞങ്ങളാരും പറഞ്ഞില്ല. സാത്താന്റെ പേര് പറഞ്ഞത് ആരാ? ദൈവം പറഞ്ഞായിരുന്നോ? ഇല്ല, ഹവ്വയാണ് പറഞ്ഞത്. എന്റെ കമ്പനി രാവിലെ പറഞ്ഞു അല്ലെ, പുള്ളി എന്റെ കമ്പനി ആയിരുന്നു, ഇപ്പൊ എന്റെ കമ്പനി അല്ല, പുള്ളി കമ്പനി തകർന്നു. ആ കുറവിനകത്ത് പിശാച് കയറി മറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഈ സഭയ്ക്കകത്തുള്ള ദൈവമക്കളോട് ഞാൻ പറയാണ്, നിന്റെ കുറവിനകത്ത് മറയാൻ നീ അനുവദിച്ചാൽ നിന്റെ ജീവിതം അവൻ തരിപ്പണമാക്കും. അറമന ശബ്ദരാധര, കുറവിൽ നിന്ന് പുറത്തു വരാൻ, കുറവുകളെ തീർത്ത് കയറിപ്പോകാൻ ഒരു അഭിഷേകം താങ്കളുടെ അകത്ത് വ്യാപരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്ക്. ഒരു പ്രത്യേക അഭിഷേകം താങ്കളുടെ അകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ശക്തിയോടെ ആത്മനിറവിൽ അവനെല്ലാം കളക്ട് ചെയ്ത് കേട്ടോ. പക്ഷെ അവന് കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വെളിപ്പാട് ആ ഇയ്യോബിനകത്ത് ദൈവം ഇട്ടിരിക്കുകയാണ്. ഒരു ദിവസം ഭാര്യ ഓടി വന്ന് അച്ഛനോട് പറയും, അച്ഛാ, നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തെ എന്ത് ചെയ്യണം? ത്യജിച്ച്, തള്ളി പറഞ്ഞിട്ട്, ത്യജിച്ചു പറഞ്ഞിട്ട്, നിങ്ങൾ വല്ല ഗൾഫിലോ അമേരിക്കയിലോ കയറി പോകാം ആന്റി പറഞ്ഞായിരുന്നു. അങ്ങനെയാണോ പറഞ്ഞേ? ആന്റി പറഞ്ഞു മനുഷ്യ, നിങ്ങൾ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട്, ത്യജിച്ചു പറഞ്ഞിട്ട് പോയി പറഞ്ഞേ. നല്ലൊരു ഭാര്യ പറയുന്ന കാര്യമാണോ പുള്ളിക്കാരത്തി പറഞ്ഞേ? അപ്പോ അച്ചായൻ പറയുന്നു, അച്ചായൻ വിളിച്ച ഒരു പേര്, സൂപ്പർ പേരാണ് അച്ചായൻ പറഞ്ഞത്. അച്ചായൻ വിളിച്ച പേര് ഏത് പേരാ? എന്തോ നിങ്ങൾക്ക് അറിയത്തില്ലെന്തോ? നിങ്ങൾ വായിച്ചിട്ടില്ലയോ? എന്താ വായിച്ച? എന്താ ആന്റി വിളിച്ചേ? ദൈവമേ, എന്റെ പെണ്ണുമ്പിള്ളേ ഞാൻ കൊണ്ടുവന്നില്ലല്ലോ. പറഞ്ഞേ അടുത്ത് വരുമ്പോ ഞാൻ കൊണ്ടുവരാം. എന്താന്ന് വിളിച്ചേ ആന്റി? പറ. ഒരു നിങ്ങൾ മിണ്ടാതിരിക്കണം. എന്തിന്? ഞാൻ 10 നിർത്താം. ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. പൊട്ടിയ പോലെ. കാരണം അച്ചാച്ചാനല്ലേ അറിയാവൂ ഇവള് പൊട്ടിയാണെന്ന്. പുള്ളിക്ക് നല്ല അറിയാം എന്റെ ഭാര്യ ആരാണ്. പുള്ളി നേരത്തെ വിചാരിച്ചോണ്ടിരുന്നതാ പാസ്റ്റേ, നേരത്തെ പുള്ളി വിചാരിച്ചു എവളെ എന്തെങ്കിലും ഒരു പൊട്ടി എന്ന് വിളിക്കണമായിരുന്നു. കാരണം ഇവൾ പൊട്ടത്തനല്ലാതെ ഒന്നും കാണിക്കുകയല്ല. അങ്ങനെ പുള്ളി സൂക്ഷ്മം പിടിച്ചു. പൊട്ടിയെ പോലെ നീ എന്ത് ചെയ്യരുത്? സംസാരിക്കരുത്. മോളെ, എന്റെ അകത്ത് പിശാചിനെ കളക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു വെളിപ്പാട് എന്റെ അകത്ത് കിടക്കുകയാണ്. ദൈവദാസനെ ആത്മാവിനോട് പറയാ, പിശാചിനെ കളക്ട് ചെയ്യാൻ കഴിയാത്ത ഈ തിരുമലയുടെ മണ്ണിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഒരു വെളിപ്പാട് നിന്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. പലതിനെയും ഓടിച്ചു കളഞ്ഞ മണ്ഡലങ്ങൾ, ഓടിച്ചു കളഞ്ഞ മണ്ണാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് അവനെ കളക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു വെളിപ്പാടിലാണ്. കരമടിച്ച ദൈവത്തെ ആരാധിക്കേ. ആ ദൈവദാസന്റെ മേൽ ആ അഭിഷേകത്തിന്റെ വ്യാപാരം, അഭിഷേകത്തിന്റെ ശക്തി, കരമടിച്ചാത്മാവിൽ ആ വെളിപ്പാടിലേക്ക് ദൈവവൃത്തിന്റെ മേൽ ആ അഭിഷേകത്തിന്റെ വെളിപ്പാട്. ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് ആ വെളിപ്പാടിലാണ്. ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് ആ വെളിപ്പാടിനകത്താണ്. തുറിച്ചുനോട്ടങ്ങളുടെ നടുവിൽ ദൈവം താങ്കളെ നിർത്തിയിരിക്കുന്നത് ആ വെളിപ്പാടിനകത്താണ്. എന്താ വെളിപ്പാടെന്ന് കേൾക്കണോ? ജോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ 16-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിനകത്ത് പറയുക, ദൈവം എന്നെ ചതച്ചു കളഞ്ഞു, ദൈവം എന്നെ പിടലേക്ക് കയറി പിടിച്ചിരിക്കുന്നു. അടുത്ത വാക്യം വായിക്കും മക്കളെ, വായിച്ചോ. ആരാടുത്തെ പെട്ടെന്ന് വായിക്കും, സമയമില്ല. ഞാൻ സ്വൈര്യമായി വസിച്ചിരുന്ന മനുഷ്യനാണ്. അടുത്ത്, അവനോ എന്നെ ചതച്ചു കളഞ്ഞു. അടുത്ത വാക്യം, അവൻ എന്നെ പിടലേക്ക് പിടിച്ചു. അടുത്ത വാക്യം കേട്ടോണം.
പിശാചിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കാത്ത, കളക്ട് ചെയ്യാൻ കഴിയാത്ത വെളിപ്പാട് യോബിനകത്ത് ദൈവം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്താ വെളിപ്പാടെന്ന് അറിയാം? വായിച്ച മക്കളെ എടുത്ത പിശാചിന് കളക്ട് ചെയ്യാൻ കഴിയാത്ത വെളിപ്പാട് മറ്റൊന്നുമല്ല, എന്നെ തനിക്ക് ലാക്കാക്കി നിർത്തിയിരിക്കുകയാണ്. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ്. പിശാചിനെ കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വെളിപ്പാടാണ്. ദൈവം നിന്നെ ലാക്കാക്കി നിർത്തിയിരിക്കുകയാണ്. ചിലതിലേക്ക് ഓടിക്കയറാൻ നിന്റെ തലമുറയെ ദൈവം ലാക്കാക്കി നിർത്തുകയാണ്. ഇന്ന് രാത്രി ഓടിക്കയറുന്ന ഒരു അഭിഷേകം, കരമടിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദൈവകൃപ. ദൈവദാസനെ, ഈ നാളുകളിൽ ദൈവാത്മാവ് ഇടപെടുന്നു. നിന്നിൽ നിന്ന് കളക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു വെളിപ്പാട് ഈ കുന്നമ്പുഴയുടെ മണ്ണിനകത്ത് പരിശുദ്ധാത്മാവ് നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്റെ അകത്ത് പകർന്നിരിക്കുന്ന വെളിപ്പാട് നിന്റെ ദൈവം ലാക്കാക്കി നിർത്തിയിരിക്കുകയാണ്. കരമടിച്ച ദൈവത്തെ ആരാധിക്ക്. ഇന്ന് രാത്രി കുറവ് തീർത്ത ഒരു ജനതയിലേക്ക് ദൈവം നിന്നെ ഓടിച്ചു കയറ്റും. പോരാ പോരാ പോരാ. ശക്തിയോടെ കരമടിച്ച് ദൈവകൃപയിൽ ആരാധിക്കുന്ന ദൈവമക്കൾ അല്പനിമിഷങ്ങളെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ആത്മാവിൽ ആരാധിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എല്ലാവരും ചേർന്ന് ആത്മാവിൽ ആരാധിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഒരു അനശ്വരമായ വിടുതൽ ഈ ഹോളിനകത്ത് വെളിപ്പെടുമെന്ന് ആത്മാവിനോട് പറയുകയാണ്. ദൈവദാസനോട് ആ വെളിപ്പാട് ഞാൻ കൈമാറുകയാണ്. യേശുവിന്റെ നാമത്തിലെ കെട്ടുകൾ കർത്താവ് അഴിച്ചു മാറ്റട്ടെ. ചില പിൻപടയുടെ ശക്തികൾ ഇന്ന് രാത്രി മാറ്റി ദൈവാത്മാ വിടുതൽ തരാൻ പോകുകയാണ്. ദൈവസഭയ്ക്കെതിരായി ഒരു പിൻപടയുടെ ശക്തി ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ മാത്രം, ആരോഗ്യമുള്ളവർ മാത്രം ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ആത്മാവിനോട് പറയാണ്, നിന്റെ കുറവുകളെയൊക്കെയും തീർക്കുന്ന ദൈവം തന്നെ. ഇന്ന് രാത്രി നീ കയറി പോകുന്നെങ്കിൽ നിനക്ക് രോഗമുണ്ടാകാം, നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, നിനക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാം, കഷ്ടതകൾ ഉണ്ടാകാം, നെടുവീർപ്പുകൾ ഉണ്ടാകാം. ഇതൊക്കെ ഉണ്ടെങ്കിലും നീ ഭാരപ്പെടണ്ട. നീ കുറവ് തീർത്ത് കയറിപ്പോകുന്ന ഒരു ജനതയിലേക്ക്, ഒരു ജനറേഷനിലേക്ക് വന്നാൽ ദൈവത്തിന്റെ രാജ്യം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. മൂപ്പന്മാരിൽ ഒരുവൻ ചോദിക്കുന്ന ചോദ്യം, ഇവർ എവിടെ നിന്ന് വന്നവരാണ്? എവിടെ നിന്നാണ് ഇവർ വന്നത്? കർത്താവ് പറഞ്ഞു, ഇവർ വന്നതേ മഹാകഷ്ടത്തിൽ നിന്ന് കയറി വന്നവരാണ്. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് കയറി വന്നവരാണ്. ഞാൻ ഇവർക്ക് കൂടാരമായിരിക്കും. കരമടിച്ച ദൈവത്തെ ചോദിച്ചോ, ഞാൻ അവർക്ക് കൂടാരമായിരിക്കും. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നു. നീ മഹാകഷ്ടത്തിലാണെങ്കിൽ ദൈവം നിനക്ക് കൂടാരമായിരിക്കാൻ പോകുകയാണ്. പോരാ പോരാ. ശക്തിയോടെ നിന്റെ അരികിലേക്ക്, യായേലിന്റെ അരികിലേക്ക് സീസേര കയറി വന്നതുപോലെ, യായേലിന്റെ അരികിലേക്ക് സീസേര വന്ന് കയറിയതുപോലെ 20 രഥങ്ങളുമായി കയറി വന്ന സീസേര അവൻ യായേലിന്റെ മേൽ കയറി വന്നതുപോലെ ഇന്ന് രാത്രി ശത്രുവിനെ നിന്റെ അരികിലേക്ക് ഓടിച്ചു കയറ്റാൻ പോകുകയാണ്. അന്യഭാഷയിൽ ആത്മനിറവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. കുറവ് തീർക്കുന്ന ഒരു സഭ, കുറവ് തീർക്കുന്ന ഒരു സഭ, കുറവ് തീർത്ത് ആരാധിക്കുന്ന ഒരു സഭ, ഒരു ഭയങ്കര അഭിഷേകത്തിന്റെ നിറവ് ഇന്ന് രാത്രി ആലയത്തിനകത്ത് വ്യാപരിക്കുകയാണ്. ചേർന്ന് കരങ്ങളെ അടിച്ചു നന്നായി ആ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചേർന്ന് ആരാധിക്കട്ടെ. ശബ്ദരാധന. എന്റെ കുറവുകളെ തീർക്കണമേ, എന്റെ കുറവുകളെ പരിഹരിക്കണമേ, എന്റെ ശക്തി കൊണ്ട് അരമുറുക്കണമേ, എന്റെ കുറവുകളെ നീ പരിഹരിക്കണമേ. കുറവ് തീർത്ത് കയറിപ്പോകുന്ന ഒരു ജനറേഷൻ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. തീയറങ്ങട്ടെ, തീയറങ്ങട്ടെ, തീയറങ്ങട്ടെ. സഭയ്ക്കകത്തുള്ള കുറവുകൾ, സഭയ്ക്കകത്ത കുറവുകൾ പരിശുദ്ധാത്മാവ് നീക്കട്ടെ. പോരാ പോരാ പോരാ. ശക്തിയോടെ ആത്മനിറവിൽ, ആത്മനിറവിൽ, ആത്മനിറവിൽ.
ഇരുട്ടിന്റെ വ്യാപ്തികളെ ഒരു അഭിഷേകത്തിന്റെ നിറവിലെ ചാത്തന ദൈവം തലങ്ങൾക്കകത്ത് ബന്ധിക്കപ്പെട്ട മേഖലകൾ ഇന്ന് രാത്രി അടിച്ചു വിടുന്ന ഒരു അഭിഷേകം ദൈവശക്തി അടിയുന്നു. കൊലക്കത്ത് നീട്ടി നീന്തിയിട്ടല്ലാതെ കടപ്പനാകരുതേ, ഓ നീന്തിയിട്ടല്ലാതെ കടപ്പനാകരുതേ. അളവില്ലാതെ അഭിഷേകത്തിന്റെ വലിയ ശക്തി ഇന്ന് രാത്രി ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരാത്മശക്തിയുടെ മണ്ഡലങ്ങൾ ചലിക്കട്ടെ. അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിയിട്ടല്ലാതെ കടപ്പനാകരുതേ അപ്പാ, നീന്തിയിട്ടല്ലാതെ കടപ്പനാകരുതേ. ഭയങ്കര അഭിഷേകം ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാൽ ഉപയോഗിക്കണേ ഇനിയും എന്നെ അഭിഷേകം കെട്ടുകൾ അടിഞ്ഞു മാറുകയാണ്. പോരാട്ടങ്ങൾ അടിയട്ടെ. ദൈവശക്തിയുടെ വ്യാപാരം ശരീരങ്ങളിൽ ഇടപെടുന്നു. ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ച് മടങ്ങുമെന്ന് ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാൽ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാൽ ഉപയോഗിക്കണേ. ദൈവശക്തി ഇറങ്ങട്ടെ. ഒരാത്മബലത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. എല്ലാം ശൂന്യമായ പോരുകൾ, ശൂന്യമാക്കി കളഞ്ഞ ശക്തികൾ, ഒരാത്മദാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് താങ്കളെ ഈ ദിവസങ്ങളിൽ ഉയർത്തത്തക്ക നിലകളിൽ എവിടെയൊക്കെയോ പിശാച് കെട്ടിയ കെട്ടുകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് അതിനെ കുടഞ്ഞു മാറ്റുകയാണ്. നിന്റെ കിണർ മണ്ണിട്ട് മൂടിയ അനുഭവങ്ങൾ, നന്മകളെ മണ്ണിട്ട് മൂടിയ ശക്തികൾ, ഓ റിവലപരവ ശബ്ദരാധന യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുന്നു.
ഇറങ്ങട്ടെ. രോഗക്കെട്ടുകൾ, രോഗബന്ധനങ്ങൾ, പൈശാചിക കെട്ടുകൾ ഇന്ന് രാത്രി ശരീരം വിട്ട് മാറുന്ന ഒരു അഭിഷേകത്തിന്റെ നിറവ് പ്രിയ മമ്മിയുടെ മേൽ വെളിപ്പെടുകയാണ്. തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ചിലത് തിരിച്ചു പിടിക്കാൻ, ചിലത് തിരിച്ചെടുക്കുവാൻ ഒരു പ്രത്യേക അഭിഷേകം പ്രിയ മാതാവിന്റെ ശരീരത്തിൽ വിടുന്നു. ചില കണ്ണുനീര് വിഴുത്തി, പലപ്പോഴും കരഞ്ഞ വിഷയം, വേദനിച്ച വിഷയം, തലമുറയെ ഓർത്ത് എന്തായി തീരും പഴി പറയുന്നു. പ്രാർത്ഥിച്ചോ മമ്മി. വിശാലതകളിലേക്ക് ദൈവം നടത്താൻ പോകുകയാണ്. കരമടിച്ച് ചേർന്ന ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു പ്രത്യേക അഭിഷേകത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുപോട്ടെ. പരിഗണന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുന്ന ഒരു അഭിഷേകം തന്നെ ദാസിയുടെ മേൽ വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ വിടുതൽ വ്യാപരിക്കട്ടെ. ദൈവദാസിയുടെ മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. സാന്നിധ്യം യേശുവേ, നിൻ സാന്നിധ്യം യേശുവേ, നിൻ സാന്നിധ്യം യേശുവേ, മറ്റൊന്നിൽ സന്തോഷമില്ല, മറ്റൊന്നിൽ ആനന്ദമില്ല, മറ്റൊന്നിൽ സന്തോഷമില്ല, മറ്റൊന്നിൽ ആനന്ദമില്ല, നിൻ സാന്നിധ്യം യേശുവേ, നിൻ സാന്നിധ്യം യേശുവേ, ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാ, ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാ, ഉപയോഗിക്കണേ ഇനിയും ദൈവദാസിയുടെ മേലെ ദൈവത്തിന്റെ ശക്തി. എനിക്ക് രാജ്യത്തിന്റെ പകുതിയല്ല വേണ്ടത്. എസ്തേറിനോട് ചോദിച്ചപ്പോൾ എസ്തേർ പറഞ്ഞു, രാജ്യത്തിന്റെ പകുതിയല്ല, പിന്നെ നിനക്ക് എന്ത് വേണം? എസ്തേർ പറഞ്ഞു, എന്റെ കുലത്തെ തൊടുന്ന ഒരു ശക്തിയുണ്ട്, എന്റെ വംശത്തെ തൊടുന്ന ഒരു ശക്തിയുണ്ട്. ഇന്ന് രാത്രി അവനെ അടിക്കാൻ വഴികളെ തുറക്കട്ടെ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ ആത്മാവിൽ. എല്ലാ കരങ്ങളും തട്ടിച്ചേർന്ന് പാടാമോ? ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിയിടാം. വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിയിടാം. വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നി. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികൈ. അവൻ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം.
ഓട്ടക്കളത്തിയോടുന്നോരനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്ന വേഗം മാത്രമല്ലയോ. ഓട്ടക്കളത്തിയോടുന്നോരനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്ന വേഗം മാത്രമല്ലയോ. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്ക് നേരെ ഓടി. ഓ പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്ക് ചേർന്ന് പറഞ്ഞേ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ട്. ഓ ഏതു നേരത്തും പിശാചിടച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളും വിശ്വാസത്തോടെ. പിശാചിടച്ച ചെയ്തിടോ, ഭീതി വേണ്ട ദൂതരുണ്ട്. ഏതു നേരത്തും പിശാചിടച്ച ചെയ്തിടോ, ഭീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളും. അതുകൊണ്ട് ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. എല്ലാ ഭാരവും പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. കാടുവേണ്ടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടി ഓടി പോകുവാൻ ബലം. ഓ കാടുവേണ്ടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടി ഓടി പോകുവാൻ ബലം ധരിച്ച്. എല്ലാ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ട്. പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. എല്ലാ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടം തീരുന്നാൾ സമീപമായി, കാഹളം കെട്ടിടാൻ സമയമായി, വേഗമോടിടാം. ഓട്ടം തീരുന്നാൾ സമീപമായി, കാഹളം കെട്ടിടാൻ സമയമായി, വേഗമോടിടാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നി. ഓ നല്ല പോരാട്ടം പോരാടി ഓട്ടം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. എല്ലാ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം.
വൈഡവതുരാജകൽ കമനഘടക ശബ്ദധനാദികരഘടകേ ഉടവാന വൈഡമേന ശബ്ദരാജകൽ കമനഘടക ഭാരം പാപം തള്ളി നോക്കി നേരെ മുന്നോട്ടോടി ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാ കണ്ണുകളും അണ്ട ചതരങ്ങളെ തുറന്ന് അല്പസമയങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാണ്. പിശാചിനും മറഞ്ഞു നിൽക്കുവാൻ കഴിയുന്ന ഒരു കുറവുകളും നമ്മുടെ മേലോ തലമുറകളുടെ മേലോ ഘടക ഉണ്ടാകുവാൻ അനുവദിക്കരുത്. ഇന്ന് രാത്രി എല്ലാവരും ആത്മാവിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ശത്രുവിന് മറഞ്ഞു നിൽക്കുവാൻ കഴിയുന്ന ഒരു കുറവുകളും വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചേ. അവന് മറഞ്ഞു നിൽക്കുവാൻ കഴിയുന്ന കുറവുകളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് പോകട്ടെ. ശത്രുവിനും വെളിപ്പെടാത്ത ചില മർമ്മങ്ങൾ, ശത്രുവിന് മറഞ്ഞിരിക്കുന്ന വെളിപ്പാടിന്റെ കലവറകൾ സഭയുടെ മേൽ തുറക്കട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ അഭിഷിക്തനോടെ കേൾപ്പിച്ച എല്ലാ ദൈവിക ആലോചനകളെയും ഞങ്ങൾ സഭയായി ഏറ്റെടുക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ആത്മീക വർധനവിനായി ഞങ്ങളുടെ മുൻപിലോട്ടുള്ള ഗമനത്തിന് ഈ ദൂതുകൾ ശക്തി പകരുന്ന കൃപയോർത്ത്, ഞങ്ങളുടെ നിലനിൽപ്പിന് ശക്തി പകരുന്നതോർത്ത് നന്ദി പറയുന്നു. പിതാവേ, ഏറ്റെടുത്ത് ക്രമീകരിക്കപ്പെട്ട് ആമേൻ ദൈവ ശബ്ദത്തിനോടൊത്തനുസരിച്ച് ജീവിക്കുവാ ഞങ്ങളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കർത്താവേ, അങ്ങയച്ച അങ്ങയുടെ ദാസനെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു. പിതാവേ, ഇനിയും അധികമായി ശക്തമായി ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി തൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, തൻ്റെ കുടുംബത്തെ, തലമുറകളെ, തൻ്റെ സഭയെ, ശുശ്രൂഷ മേഖലകളെ ദൈവകരത്തിലേക്ക് തരുന്നു. ഇനിയും അധികമായി മാനിക്കണമേ, അധികമായി ഉപയോഗിക്കണമേ, അധികമായി അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനത്തെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് തരുന്നു. പിതാവേ, ദൈവിക കൃപയും ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ്, ദൈവം ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവ്, ഞങ്ങൾ പിരിയുകയാണല്ലോ അപ്പാ, പിരിയാത്ത അങ്ങയുടെ സാന്നിധ്യം കൂടിയിരുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങയുടെ വരവ് താമസിക്കുകയാണെങ്കിൽ നാളെ വിശുദ്ധ സഭാരാധനയെ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോട് നമ്മുടെ ഇവരോടും കർത്താവിൻ്റെ വീട് വരുവോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഗോഡ് ബ്ലസ് യു. ഇന്ന്